നമസ്കാരം, ബിസിനസ് ഡയലോഗിലേക്ക് സ്വാഗതം. ഇന്ത്യയുടെ കാർഷിക മേഖല ഒട്ടനവധി പ്രതിസന്ധികളിലൂടെ കടന്നുപോകുന്ന സമയമാണിത്. കാർഷിക മേഖലയ്ക്ക് ബഡ്ജറ്റിൽ നിന്ന് പ്രതീക്ഷിച്ച പിന്തുണ ലഭിച്ചില്ല. കഴിഞ്ഞ കേന്ദ്ര ബഡ്ജറ്റിൽ കാർഷിക മേഖലയ്ക്കുള്ള വിഹിതം 12,72,900 കോടി രൂപയായിരുന്നു. മുൻ വർഷത്തെ എസ്റ്റിമേറ്റ് തുകയായ 13,11,95 കോടിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഈ വിഹിതം വളരെ കുറവാണ്. കാർഷിക ഉൽപ്പന്നങ്ങളുടെ വില ഉയർന്നിട്ടും കർഷകർക്ക് അതിൻ്റെ നേട്ടം ലഭിക്കുന്നില്ലെന്ന് അവർ അവകാശപ്പെടുന്നു. ഈ വിഷയമാണ് ഇന്ന് ബിസിനസ് ഡയലോഗ് ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ചയിൽ എന്നോടൊപ്പം കേരള ഇൻഡിപെൻഡൻറ്റ് ഫാർമേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് അലക്സ് ഒഴികയിൽ, റബ്ബർ ബോർഡ് മുൻ ചെയർമാൻ KN രാഘവൻ, കേരള പ്രദേശ് കർഷക കോൺഗ്രസ് പ്രസിഡന്റ് മാജുഷ് മാത്യൂസ്, രാഷ്ട്രീയ കിസാൻ മഹാസംഘ് നാഷണൽ കോർഡിനേറ്റർ KV ബിജു എന്നിവർ. ആദ്യം ശ്രീ അലക്സ് ഒഴികയിൽ, കർഷകർ നിലവിൽ നേരിടുന്ന വെല്ലുവിളികൾ എന്തെല്ലാമാണ്? കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ക്ലിയർ അല്ലേ? കേൾക്കാം, ക്ലിയർ ആണ്. ഓക്കെ. നമ്മൾ അടിസ്ഥാനപരമായിട്ട് നിങ്ങൾ കുറച്ച് ഡേറ്റയും കാര്യങ്ങളൊക്കെ പറഞ്ഞു. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പൊ 2024-25 നമ്മുടെ ശ്രീ ബാലഗോപാൽ അവതരിപ്പിച്ച ബഡ്ജറ്റില് കാർഷിക മേഖലയുടെ സംഭാവനയായിട്ട് പറഞ്ഞിരിക്കുന്നത് 8.2% ടോട്ടൽ കേരള എക്കോണമിയുടെ GDP-യിൽ കാർഷിക മേഖലയുടെ സംഭാവന 8.2% ആണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഈ കേരള സംസ്ഥാനം രൂപീകൃതമായത് 1957-ലാണ്, 56-57. അതിൽ ആ സമയത്ത് C അച്യുതമേനോൻ അന്നത്തെ ധനകാര്യമന്ത്രി അവതരിപ്പിച്ച ബഡ്ജറ്റിൽ അന്നത്തെ എക്കണോമിക് റിവ്യൂ, ഫസ്റ്റ് എക്കണോമിക് റിവ്യൂ ഉണ്ട്. അതിൽ ഇതേ കണക്കുകളുണ്ട്. നമുക്കൊന്ന് ചരിത്രം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ്. അതായത് ആദ്യത്തെ എക്കണോമിക് റിവ്യൂ 56-57 എക്കണോമിക് റിവ്യൂവിൽ കേരള സമ്പദ് വ്യവസ്ഥയിൽ 53% GDP-യുടെ കോൺട്രിബ്യൂഷൻ പ്രൈമറി സെക്ടർ ആയിരുന്നു. അന്ന് ജനസംഖ്യയുടെ 53% ആളുകൾ തന്നെ ഈ പറയുന്ന പ്രൈമറി സെക്ടർ അല്ലെങ്കിൽ കാർഷിക മേഖലയെ ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകളായിരുന്നു. ഇപ്പോൾ 65 വർഷങ്ങൾക്ക് ശേഷം നമ്മൾ 2024-25 നിൽക്കുമ്പോൾ 53% GDP കോൺട്രിബ്യൂഷൻ 8.2% താഴ്ന്നിരിക്കുന്നു. പക്ഷേ ഇന്നും കേരളത്തിൽ 35% ആളുകൾ കാർഷിക മേഖലയെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണെന്ന കണക്ക്. അപ്പൊ GDP കോൺട്രിബ്യൂഷൻ ഓൾമോസ്റ്റ് 5-1 താഴ്ന്നപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകളുടെ എണ്ണം പകുതി പോലും താഴ്ന്നിട്ടില്ല. 35% ആളുകൾ 8.2% മാത്രം കോൺട്രിബ്യൂഷൻ ഉള്ള ഒരു സെഗ്മെന്റിൽ ഒതുങ്ങിപ്പോയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ പെർ ക്യാപിറ്റ GDP എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിലെ കണക്ക് 1,76,000 രൂപയാണ് കേരളത്തിന്റെ പെർ ക്യാപിറ്റ GDP എന്ന് പറയുന്നത്. അതായത് ശരാശരി മന്ത്ലി ഒരു 15,000 രൂപ വരും. പക്ഷെ എത്ര കർഷകർക്ക് ഒരു മാസം 15,000 രൂപ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ കർഷകന്റെ പെർ ക്യാപിറ്റ GDP വളരെ 10,000-ലും അല്ലെങ്കിൽ ഇതിന്റെ നമ്മുടെ ശരാശരി കേരള പെർ ക്യാപിറ്റ GDP-യുടെ പകുതി പോലും കേരളത്തിലെ കർഷകർക്ക് ഉണ്ടാവില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു യാഥാർത്ഥ്യം. അപ്പൊ കാർഷിക മേഖല നമ്മുടെ സർക്കാരുകളെ സംബന്ധിച്ചിടത്തോളം ഇത് പ്രൈമറി സെക്ടറാണ്, ഏറ്റവും ഇമ്പോർട്ടന്റ് സെക്ടറാണ്. ഞങ്ങൾ കർഷകർക്ക് വേണ്ടി, കർഷകരാണ് നാടിന്റെ നട്ടെല്ല് എന്ന് പറഞ്ഞ് നടക്കുന്ന സർക്കാരുകളാണ് ഇവിടെ ഭരിക്കുന്നത് മുഴുവൻ. പക്ഷെ ഓരോ വർഷവും കാർഷിക മേഖലയുടെ ഇമ്പോർട്ടൻസ്, കാർഷിക മേഖലയുടെ കോൺട്രിബ്യൂഷൻ GDP-യിൽ കുറഞ്ഞു വരുന്നു. ആളുകൾ കൃഷി ഉപേക്ഷിച്ചു പോകുന്നു. പക്ഷെ എങ്കിലും കൃഷി ഉപേക്ഷിക്കാൻ പറ്റാതെ ശരിക്കും പറഞ്ഞാൽ ഇതിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകളാണ്. 35% ആളുകൾ ഇപ്പോഴും കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവർ അടിസ്ഥാനപരമായിട്ട് കുടുങ്ങിക്കിടക്കുന്ന ആളുകളാണ്. അവർക്ക് വേറൊരു രക്ഷയില്ല, വേറെ ഒരു ഗതി ഇല്ലാത്തതുകൊണ്ട് മാത്രം കൃഷി ചെയ്യുന്നത്. ഇതൊരു ലാഭകരമായിട്ടുള്ള ഒരു ഏർപ്പാടായതുകൊണ്ടല്ല, അവർക്ക് വേറെ ഒന്നും അറിയില്ല എന്ന് മാത്രമല്ല. ഈ നമ്മുടെ തലമുറ, നമ്മുടെ ആളുകൾക്ക് പ്രായമാകും തോറും ആളുകൾ കൃഷിയിൽ നിന്ന് ഉപേക്ഷിച്ചുകൊണ്ടുവരുന്നു. പുതിയ തലമുറ കൃഷിയിലേക്ക് വരുന്നില്ല. അപ്പോൾ ആ ഒരു പ്രശ്നം അവിടെ നിൽക്കുകയാണ്. ഇതിന്റെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള കാരണം കൃഷി എന്ന് പറയുന്ന ഒരു സംഗതി കേരളത്തിൽ ലാഭകരമല്ലാതായി മാറി എന്നുള്ളതാണ്. അതിന് സാമൂഹികവും രാഷ്ട്രീയവുമായിട്ടുള്ള ഒരുപാട് കാരണങ്ങളുണ്ട്. നമ്മുടെ ആവറേജ് ലാൻഡ് ഹോൾഡിംഗ് കുറഞ്ഞു, അതുപോലെ തന്നെ നമ്മുടെ ഭൂപരിഷ്കരണം, അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട്. പക്ഷെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാരണം കർഷകന്റെ ഉൽപ്പന്നങ്ങൾക്ക് ന്യായവില കിട്ടുന്നില്ല എന്നുള്ളതാണ്. അത് ഉറപ്പുവരുത്തേണ്ട സർക്കാർ പരിപൂർണ്ണ പരാജയമായിട്ട് മാറിയിരിക്കുന്നു എന്ന് പറയാതെ വയ്യ. അതാണ് ഇതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാരണം. ശരി അലക്സ്, ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. നമുക്ക് അടുത്ത ഘട്ടത്തിൽ ഇതിനെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്യാം. ഞാൻ ശ്രീ മാജുഷ് മാത്യൂസിലേക്ക് പോകണം. ശ്രീ മാജുഷ് മാത്യൂസ്,
കർഷകരുടെ ആവശ്യങ്ങൾ പരിഹരിക്കുന്നതിൽ സമീപകാല സർക്കാർ നയങ്ങൾ അത് എത്രത്തോളം ഫലപ്രദമാണ്? സർക്കാരുകളെ സംബന്ധിച്ച് അവർ കർഷകരുടെ അടിസ്ഥാനപരമായ യാതൊരു പ്രശ്നങ്ങളിലും സജീവമായി ഇടപെടുന്നില്ല എന്നത് യാഥാർത്ഥ്യമാണ്. പാലക്കൊഴികയിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു കർഷകന് അവന്റെ ശരാശരി വരുമാനം അവന്റെ കാർഷിക വൃത്തിയിൽ നിന്ന് എത്ര കിട്ടുന്നുണ്ടെന്ന് നമ്മൾ പരിശോധിച്ചാൽ ഒരു സർക്കാർ ജീവനക്കാരൻ, ലാസ്റ്റ് ഗ്രേഡ് സർക്കാർ ജീവനക്കാരന് ലഭിക്കുന്ന വരുമാനം പോലും കർഷകന് ലഭിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇപ്പൊ റബ്ബറിനെ സംബന്ധിച്ച് നമ്മൾ പറയാം. ഇപ്പൊ ഏറ്റവും വില നിൽക്കുന്ന രണ്ട് മൂന്ന് ഇത് വെച്ച് പരിശോധിച്ചത് റബ്ബർ എന്ന് സാമാന്യ വിലയുണ്ട് എന്ന് പറയുന്നതാണ്. ഒരു ഏക്കർ റബ്ബർ ശരാശരി 195 മരം, 200 മരത്തിനടുത്ത് കൃഷി ചെയ്യുന്ന ആള്, പട്ടപരപ്പും ഒടിഞ്ഞു പോയതും ഒക്കെ കഴിഞ്ഞാൽ ശരാശരി 10 കിലോ 15 കിലോയ്ക്കുള്ളിലാണ് ഓരോ ഏക്കർ റബ്ബർ തോട്ടത്തിൽ ഒരു ദിവസത്തെ വരുമാനം. അത് ശരാശരി നമ്മൾ നോക്കിയാൽ അതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം എന്ന് പറയുന്നത്, ഒരു വർഷത്തെ വരുമാനം എന്ന് പറയുന്നത്, ആകെ സംഖ്യ എന്ന് പറയുന്നത് ഒരു 4 ലക്ഷം രൂപ ലഭിക്കും. ആ 4 ലക്ഷം രൂപയിൽ വെട്ടുകൂലി, മറ്റ് ചിലവുകളെല്ലാം കുറച്ചാൽ ഏറ്റവും കുറഞ്ഞത് 2 ലക്ഷം, 1.25-2 ലക്ഷം രൂപയ്ക്ക് അടുത്താണ് ആ കർഷകന് കിട്ടുക. അതിന് 12 കൊണ്ട് ഹരിച്ചാൽ ഒരു 15,000 രൂപ ഉറപ്പായ വരുമാനം റബ്ബർ കൃഷി ചെയ്യുന്ന കർഷകന് ലഭിക്കുന്നില്ല. അതുപോലെ തന്നെയാണ് നെല്ലെടുത്താലും കാപ്പി എടുത്താലും മറ്റേതെണ്ണം എടുത്താലും ശരാശരി ഒരു കർഷകന് ഒരു വരുമാനമായി 10,000 രൂപ തികച്ചു കിട്ടുന്ന സാഹചര്യമില്ല. കേരളത്തിലെ കൃഷി രീതി നമുക്കറിയാം, സസ്യകൃഷികളാണ് കൂടുതലായി നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ 7 വർഷം 8 വർഷം ഒരു കൃഷി നടത്തി അതിന് വിലയില്ലെങ്കിൽ അതിനെ പെട്ടെന്ന് നമുക്ക് മാറ്റാൻ സാധിക്കും. ഉത്തരേന്ത്യയിലെ കൃഷികൾ പോലെ 2 മാസം 3 മാസം അല്ലെ 90 ദിവസം 120 ദിവസം ദൈർഘ്യമുള്ള കൃഷികളല്ല നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഈ തരത്തിൽ കൃഷി ചെയ്യുന്ന നമ്മളെ സംബന്ധിച്ച് സമയബന്ധിതമായി നമ്മൾ ഇറക്കുന്ന കൃഷിക്ക് വില ലഭിച്ചില്ല എങ്കിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കും. ഇപ്പൊ കർഷകനെ സർക്കാരുകളുടെ കാര്യമാണ്. സർക്കാർ കർഷക ക്ഷേമനിധി ബോർഡ് ഈ ഗവൺമെന്റ് രൂപീകരിച്ചു. 10,000 മുതൽ 50,000 രൂപ വരെ കർഷക ക്ഷേമനിധി ബോർഡിലൂടെ പെൻഷൻ ലഭിക്കുമെന്ന് പറഞ്ഞു. 15,000 ഗുണഭോക്താക്കളെ പോലും ആ കർഷക ക്ഷേമനിധി ബോർഡിൽ ചേർക്കുവാൻ ഈ ഗവൺമെന്റ് സാധിച്ചു. ഇപ്പൊ ഗവൺമെന്റിനെ സംബന്ധിച്ച് കർഷകർക്ക് വേണ്ടി വാഗ്ദാനങ്ങളല്ലാതെ പ്രായോഗിക തലത്തിൽ കർഷകന് ഗുണകരമാകുന്ന യാതൊരു നടപടിയും ഈ ഗവൺമെന്റിന് ചെയ്യും. അത് സെൻട്രൽ ഗവൺമെന്റ് ആയാലും കേരള ഗവൺമെന്റ് ആയാലും. സെൻട്രൽ ഗവൺമെന്റ് BJP അതിന്റെ ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ പറഞ്ഞതാണ് ഉൽപാദന ചെലവിന്റെ 1.5 ഇരട്ടി വില കൊടുത്ത് സംഭരണം നടത്തുമെന്ന് പറഞ്ഞ BJP ഗവൺമെന്റാണ്. ഡൽഹിയിലെ കർഷക സർവ്വ നമുക്കറിയാം. മിനിമം സപ്പോർട്ട് പ്രൈസിന് വേണ്ടി എത്ര കാലമായി അവർ സമരത്തിൽ നിൽക്കുന്നു. ഉൽപാദന ചെലവിന്റെ 1.5 ഇരട്ടി വിലയ്ക്ക് സംഭരിക്കുമെന്ന് പറഞ്ഞു വന്ന ഒരു ഗവൺമെന്റ് അവരെ തിരിഞ്ഞു നോക്കുന്നില്ല. അപ്പൊ കർഷകർ എന്ന് പറയുന്ന അടിസ്ഥാന വർഗത്തെ, ഈ രാജ്യത്തിന്റെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്ന ആ സമൂഹത്തെ, അവർക്ക് ജീവിക്കുന്നതിന് വേണ്ടി അവരുടെ ജീവിതാവസാനത്ത് മരുന്ന് വാങ്ങാൻ വേണ്ടി പോലും ഒരു തുക പെൻഷനായി 10,000 രൂപ കൊടുക്കാനോ അല്ലെങ്കിൽ അവരുടെ ജീവിത സുരക്ഷ ഉറപ്പുവരുത്താനോ ഈ സർക്കാരുകൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ശരി, ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ KN രാഘവൻ, ശ്രീ മാഞ്ജുഷ് പറഞ്ഞതുപോലെ കേരളത്തിലെ റബ്ബർ കർഷകർ നേരിടുന്ന പ്രതിസന്ധി അല്ലെങ്കിൽ ഇന്ത്യയിലെ റബ്ബർ കർഷകരെ സംബന്ധിച്ച് സമീപകാല സാമ്പത്തിക പാരിസ്ഥിതിക വെല്ലുവിളികൾ അവ എങ്ങനെയാണ് ബാധിച്ചത്? അല്ല, 2-3 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഞാൻ വിലയിലേക്ക് വരുന്നതിന് മുമ്പ് റബ്ബർ കൃഷി നേരിടുന്ന 2-3 പ്രതിസന്ധികളിൽ ഒന്ന് കാലാവസ്ഥ വ്യതിയാനം മൂലമുള്ള മാറ്റമാണ്. പണ്ട് കോട്ടയത്തെ ഒരു സാഹചര്യം, അതായത് 32-33 ഡിഗ്രി സെന്റിഗ്രേഡിൽ കൂടുതൽ ചൂട് പോവില്ല, കൃത്യസമയത്ത് മഴ, ഇതാണ് റബ്ബർ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. ഇന്ന് ആ കാലാവസ്ഥ വ്യതിയാനം കാരണം ഇങ്ങനെയൊന്നുമല്ല സംഭവിക്കുന്നത്. വേനലിലല്ല, എല്ലാ മാസങ്ങളിലും ചൂട് 30-ന് മുകളിലാണ് നിൽക്കുന്നത്. അതുപോലെ മഴയുടെ ആ ഒരു പാറ്റേണും മാറി. അപ്പൊ കാലാവസ്ഥ വ്യതിയാനം മൂലമുള്ള ഭയങ്കരമായിട്ടുള്ള വെല്ലുവിളികൾ കർഷകർ നേരിടുന്നുണ്ട്. 2, നമുക്ക് എങ്ങനെ ഉൽപാദന ചെലവ് കുറയ്ക്കാമെന്നുള്ളൊരു കാര്യം. കാരണം ഉൽപാദന ചെലവ് ഒരു സമയത്ത് റബ്ബറിന്റെ വില 250 രൂപയായിട്ട് 10 വർഷം മുമ്പ്, 14 വർഷം മുമ്പ് 2011 250 രൂപയായിട്ട് റബ്ബർ വില കൂടി കഴിഞ്ഞപ്പോൾ എല്ലാത്തിന്റെയും ചെലവ് കൂടി. പക്ഷേ റബ്ബർ വില കുറഞ്ഞു കഴിഞ്ഞപ്പോൾ ചെലവുകൾ കുറഞ്ഞിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എങ്ങനെ ഉൽപാദന ചെലവ് പിടിച്ചു നിർത്താൻ പറ്റും, ഇത് രണ്ടുമാണ്. അപ്പൊ എങ്ങനെ ഉൽപാദന ക്ഷമത കൂട്ടി എങ്ങനെ ഉൽപാദന ചെലവ് കുറച്ചു നിർത്താം എന്നുള്ളതാണ് ഒരു കാര്യം. 2, മാർക്കറ്റാണ് വിപണിയെ നിയന്ത്രിക്കുന്നത്, വിലയെ നിയന്ത്രിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അതിനെ എങ്ങനെ അതായിട്ട് ഒരു വിലയ്ക്ക് താഴെ പോയി കഴിഞ്ഞാൽ എങ്ങനെ പിടിച്ചു നിർത്താൻ സാധിക്കും. ഇതിന് രണ്ടിനും കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നടത്തിയിട്ടുണ്ട്.
റബ്ബറിനെ സംബന്ധിച്ചിടത്തോളം കേരള സർക്കാരിന്റെ ഒരു സ്കീമുണ്ട്, ഉമ്മൻചാണ്ടി സർക്കാർ കൊണ്ടുവന്നത്. അതിനുശേഷമുള്ള ഇടതുപക്ഷ സർക്കാർ തുടർന്നുമാണ് ഒരു മിനിമം വില കൊടുക്കുക എന്നുള്ളത്. 150 രൂപ എന്നുള്ളത് പിന്നെ വന്ന സർക്കാർ 170 രൂപ ഒരു 5 വർഷം കഴിഞ്ഞപ്പോൾ വർദ്ധിപ്പിച്ചിരുന്നു. അതായത് വില 170 കുറയുകയാണെങ്കിൽ കർഷകന് ഉറപ്പായിട്ട് 170 രൂപ കിട്ടുന്നുള്ളത്. ഇത് കർഷകനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ മെച്ചമാണ്. കാരണം 94 രൂപയായിട്ട് റബ്ബർ വില കുറഞ്ഞ സമയത്താണ് അന്നത്തെ UDF സർക്കാർ ഇത് 150 എന്നും പറഞ്ഞ് ഫിക്സ് ചെയ്ത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഉത്പാദനം കുറച്ച് ഉയരാനായിട്ടും ആ മേഖലയിൽ ഒരു ചെറിയൊരു ഉണർവുണ്ടാകാനായിട്ടും കാരണമായി. ഇപ്പൊ റബ്ബർ വില അതിനേക്കാളും കുറച്ച് ഉയർന്നാണ് നിൽക്കുന്നത്. രണ്ട്, നമ്മൾ റബ്ബർ കൃഷിയെ പറ്റി പറയുമ്പോൾ റബ്ബർ കൃഷിയിലുണ്ടായ ഏറ്റവും വലിയ നേട്ടം 1980-കളിൽ ഉണ്ടായത് വില കൊണ്ട് മാത്രമല്ല, ഒരു പുതിയ ക്ലോൺ വന്നു. RRI 105 എന്ന് പറഞ്ഞൊരു ക്ലോൺ വന്ന് അതുവരെ ഒരു ഹെക്ടറിൽ 800 കിലോ കിട്ടിയിരുന്ന് നേരെ ഇരട്ടിയെ 1.5 ടൺ വരെ ഒരു ഹെക്ടറിൽ നിന്ന് ഒരു വർഷം കിട്ടുന്നുള്ള സ്ഥിതി വന്നു. അപ്പൊ ഇതൊരു വലിയ മാറ്റമായിരുന്നു. അപ്പൊ അതുപോലെ പിന്നെ വന്ന മാറ്റങ്ങൾ അംഗീകരിക്കാൻ നമ്മൾ തയ്യാറായിട്ടില്ല. 2010 റബ്ബർ ബോർഡ് ഇവിടെ ജനതീയ മാറ്റം വന്ന റബ്ബർ കൊണ്ടുവന്നതാണ്. കേന്ദ്ര സർക്കാരിന് അനുമതി കിട്ടിയപ്പോൾ കേരള സർക്കാരാണ് ഇവിടെ ഫീൽഡ് ട്രയൽ നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞത്. 15 വർഷത്തെ ഫീൽഡ് ട്രയൽ ആണ് നടത്തേണ്ടത്. അന്ന് ആ ഫീൽഡ് ട്രയൽ നടത്തിയിരുന്നെങ്കിൽ ഈ വർഷം അത് ഫീൽഡ് ട്രയൽ കഴിഞ്ഞിട്ട് കമേഴ്ഷ്യൽ പ്രൊഡക്ഷനുള്ള സ്ഥിതിയിലേക്ക് വന്നേനെ. ഇന്നും കേരള സർക്കാർ അതിനുള്ള പെർമിഷൻ കൊടുത്തില്ല. ആസാമിലാണ് അതിന്റെ ഫീൽഡ് ട്രയൽ നടത്തുന്നത്. അപ്പോൾ ആ ഒരു മാറ്റങ്ങൾ, ഈ മേഖലയിൽ വരുന്ന മാറ്റങ്ങൾ ഉൾക്കൊള്ളാനായിട്ട് പലപ്പോഴും നമുക്ക് റബ്ബർ കൃഷിക്കാർക്കും സർക്കാരിന് സാധിച്ചിട്ടില്ല എന്നൊരു വസ്തു കൂടി ഇവിടെ പറയേണ്ടതുണ്ട്. കാരണം കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ ഉൾക്കൊണ്ടാൽ മാത്രമേ ഈ പുതിയ വെല്ലുവിളികൾ നേരിടാൻ സാധിക്കുള്ളൂ. അപ്പൊ വില ഒരു വശത്തിന്റെ വില കാരണമുള്ള വെല്ലുവിളി ഇല്ല എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പിന്നെ നേരത്തെ പറഞ്ഞ മാതിരി ഒരു കർഷകനെ സംബന്ധിച്ച് ഒരു 4 ലക്ഷം രൂപ ഒരു ഏക്കറിൽ നിന്നാണ് അദ്ദേഹം പറയുന്നത് കിട്ടുകയാണെങ്കിൽ അത് ബാക്കിയുള്ള കൃഷികളെ വെച്ചൊക്കെ കുറച്ചുകൂടി ഭേദപ്പെട്ടൊരു ഇതാണ്. പിന്നെ രണ്ടാമതായിട്ടൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ, വെട്ടുകൂലി കൊടുക്കേണ്ട ആവശ്യം എപ്പോഴും വരുന്നില്ല. ആഴ്ചയിൽ 2 ദിവസമോ ടാപ്പിംഗ് എന്നുള്ള ഒരു സിസ്റ്റം കൊണ്ടുവരികയാണെങ്കിൽ അതുകൊണ്ട് ലാറ്റക്സിന്റെ എണ്ണം കുറയില്ല എന്ന് സംശയാതീതമായി തെളിയിച്ചിട്ടുള്ളതാണ്. അങ്ങനെ വരികയാണെങ്കിൽ ഒരാൾക്ക് സ്വന്തം തന്നെ സെൽഫ് ടാപ്പിംഗ് വഴി ചെയ്യാനായിട്ടുള്ള അവസരങ്ങളുമുണ്ട്. പുകപ്പുരകളുണ്ട്, GPCകളുണ്ട്, ഗ്രൂപ്പ് പ്രോസസിംഗ് സെന്റേഴ്സ് ഉണ്ട്. അപ്പൊ പല മാർഗങ്ങളും ഇതിനു വേണ്ടി നമുക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ എല്ലാവരും ഇത് ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ള വേറൊരു ചോദ്യചിഹ്നമാണ്. ജനിതക മാറ്റം വരുത്തിയ റബ്ബറിനെ ഇപ്പോൾ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. സർക്കാരിന്റെ നയത്തിൽ ആ തരത്തിലുള്ള മാറ്റം വന്നിട്ടുണ്ട്. അത് റബ്ബർ കർഷകർക്ക് ഗുണം ചെയ്യില്ലേ? തീർച്ചയായിട്ടും. കാരണം ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, ഒരു ജനിതക മാറ്റം വന്ന റബ്ബർ ചെടി വികസിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ 15 വർഷക്കാലം അതിന്റെ ഫീൽഡ് ട്രയൽ നടത്തണം. കാരണം ഇത് മൂലം മണ്ണിനോ വേറെ ചെടികൾക്കോ വേറെ എന്തെങ്കിലും കുഴപ്പം വരുമോ എന്ന് അറിയാനായിട്ട്. അത് നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ GEAC എന്ന് പറയുന്ന കമ്മിറ്റി ഓരോ വർഷവും ഒന്ന് പരിശോധിക്കും. ഇതിന് 2010 ഇതിന് അനുമതി കിട്ടിക്കഴിഞ്ഞപ്പോൾ കേരള സർക്കാർ അനുമതി നിഷേധിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് അനുമതിയെല്ലാം നേടിയെടുത്ത് ആസാമിൽ നിന്ന് കിട്ടിയ 2020-ലായിരുന്നു. 10 വർഷം നമ്മൾ പിമ്പോട്ട് പോയി. ഇന്നും കേരള സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് റബ്ബർ ബോണ്ടിന് പെർമിറ്റ് കിട്ടിയിട്ടില്ല. ഞാൻ 2023 പോരുന്നവരെ കിട്ടിയിട്ടില്ല. ഇപ്പോൾ കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ഇല്ല എന്നാണ് എനിക്ക് മനസ്സിലായത്. ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടോ. പക്ഷെ ഇപ്പോഴും വികസിപ്പിച്ചെടുത്ത 2 തരം ഇത്, അതായത് 2 ജീൻ ഓവർ എക്സ്പ്രസ് ചെയ്തുകൊണ്ട് 2 തരം ജനിതക മാറ്റം വരുത്തിയ റബ്ബർ ചെടികൾ വികസിപ്പിച്ചെടുത്ത 2 പ്ലാന്റിംഗ് നടക്കുന്നത് നോർത്ത് ഈസ്റ്റിലാണ്. അപ്പൊ നോർത്ത് ഈസ്റ്റിലെ സർക്കാരുകൾ ഇതിന് ഇത്തരം മാറ്റങ്ങൾ ഉൾക്കൊള്ളാനായിട്ടുള്ള പ്രോത്സാഹനം തരുമ്പോൾ ഇവിടെ ആ ഒരു ഇത് കിട്ടുന്നില്ല എന്നൊരു വസ്തുത മാത്രമേ പറഞ്ഞുള്ളൂ. എന്തുകൊണ്ടാണ് ജനിതക മാറ്റം വരുത്തിയ റബ്ബറിനോട് ഈ എതിർപ്പുണ്ടാവുന്നത്? അത് ആ ഒരു സമയത്ത് ജനിതക മാറ്റം വരുത്തിയ വഴുതണങ്ങയ്ക്കും വെണ്ടയ്ക്കും അതുമാതിരി ടൊമാറ്റോ എല്ലാം ഇത് കാരണം കൃഷി നശിച്ചു പോകും, അല്ലെങ്കിൽ ഇത് ചിലരുടെ കുത്തകയായി മാറിപ്പോകുന്നൊരു പേടി ഉണ്ടായിരുന്നു. അത് അത്തരം ക്രോപ്പുകളിലാണ്. ഇപ്പൊ ടൊമാറ്റോ അല്ലെങ്കിൽ BT ബ്രിഞ്ചോൾ ഇതുമാതിരിയുള്ളതിൽ കുരുക്കൾ ഉണ്ടാവുന്നില്ല എന്നുള്ളത്. റബ്ബറിന് സ്ഥിതി വരുന്നില്ല. അത് മാത്രമല്ല, റബ്ബറിന് ഡെവലപ്പ് ചെയ്യുന്ന മൊൺസാന്റോ മാതിരിയുള്ള സ്വകാര്യ ലോകത്തെ ബിയോമാരല്ല. ഇത് വികസിപ്പിച്ചെടുക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ അധീനമുള്ള റബ്ബർ ബോർഡാണ്. അത് മാത്രമല്ല, ഇത് കാരണം യാതൊരു ബുദ്ധിമുട്ടും ആർക്കും വരുന്നില്ല. കാരണം പഴയ പോലെ തന്നെ സാധനം നഴ്സറികൾക്ക് ക്ലോൺ ചെയ്ത് അല്ലെങ്കിൽ നഴ്സറികൾക്ക് ബഡ് ചെയ്തിട്ട് പുതിയ പുതിയ തരത്തിലുള്ള ചെടികൾ ഉണ്ടാക്കാവുന്നുണ്ട്. ഇന്നും ആൾക്കാർ റബ്ബർ ചെടി മേടിക്കുന്നത് നഴ്സറിയിൽ നിന്നാണ്. ആ നഴ്സറികൾ വഴി തന്നെ ഇത് വരുത്താവുന്നതാണ്. അപ്പൊ പലപ്പോഴും ഒരു തെറ്റിദ്ധാരണയുടെ മുകളിൽ അല്ലെങ്കിൽ ഭയത്തിന്റെ മുകളിലാണ് ഇത് വന്നത്. അത് മറ്റ് സംസ്ഥാനങ്ങൾ തിരുത്തിയിട്ട് നമ്മൾ തിരുത്തിയില്ല എന്നുള്ളൊരു വസ്തു മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഈ മാറ്റങ്ങൾ നമ്മൾ ഉൾക്കൊള്ളേണ്ടി വരും. ശരി, വ്യക്തമാണ്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ KV ബിജു, സമീപകാല കർഷക പ്രതിഷേധങ്ങൾ പരിഹരിക്കുന്നതിന് സർക്കാർ ഒട്ടേറെ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഈ നടപടികൾ നിങ്ങൾക്ക് തൃപ്തികരമാണോ? ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഞങ്ങള് 2000 മുതല് സമരത്തിലാണ്. 2000 മുതലല്ല, ഈ സർക്കാർ അധികാരത്തിൽ വന്ന സമയത്ത് മുതൽ MSPയുടെ കാര്യത്തിൽ സമരത്തിലാണ്. ആ സമരം കഴിഞ്ഞു. പിന്നീട് കാർഷിക നിയമങ്ങൾക്കെതിരായിട്ടുള്ള സമരം വന്നു.
അത് കഴിഞ്ഞിട്ട് ആ സമരം കഴിഞ്ഞിട്ട് 2022 സെപ്റ്റംബർ ഓഗസ്റ്റ് 23 വീണ്ടും ഞങ്ങൾ കേന്ദ്ര സർക്കാരിന് ഒരു ഡിമാൻഡ് നോട്ടീസ് കൊടുക്കുന്നത്. അപ്പൊ അതിൽ ഞങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ, ഒന്ന് WTOയിൽ നിന്ന് പുറത്തു വരിക, അതുപോലെ തന്നെ സ്വതന്ത്ര വ്യാപാര കരാറുകൾ റദ്ദാക്കുക, ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞു. ഈ കാര്യങ്ങൾ, ഒന്ന് സ്വതന്ത്ര വ്യാപാര കരാറ്, WTO, ഈ കാര്യങ്ങളൊക്കെ നമ്മളെ കേരളത്തെ ഗുരുതരമായിട്ട് ബാധിച്ച സംഭവങ്ങളാണ്. ഒന്ന് റബ്ബറിന്റെ കാര്യത്തിലാണെങ്കിൽ WTOയിൽ നിശ്ചയിച്ച പരമാവധി ഇറക്കുമതി തീരുവ 25%. ഈ 25% ഇറക്കുമതി തീരുവ കൂട്ടാനായിട്ട് നമുക്ക് കഴിയില്ല. അതല്ലെങ്കിൽ പിന്നീട് ഇന്നുള്ള റബ്ബർ ആക്ടിൽ മാറ്റം വരുത്തിയിട്ട് നമ്മൾക്ക് ഇറക്കുമതി നിയന്ത്രിക്കാൻ കഴിയും പൂർണ്ണമായിട്ട്. ആ കാര്യം പുതിയതായിട്ടുള്ള ഒരു നിവേദനം നമ്മള് ഇതുമായിട്ട് ഞങ്ങളുടെ ഡിമാൻഡ് അനുസരിച്ച് WTOയിൽ നിന്ന് പുറത്തു വരാതെ പല പ്രശ്നങ്ങളിലും കാർഷിക വിളകളുടെ കാര്യത്തിൽ നമ്മൾക്ക് നയവ്യതിയാനം വരുത്തുന്നതിന് പല ലിമിറ്റേഷൻസും ഉണ്ട്. പിന്നെ സ്വതന്ത്ര വ്യാപാര കരാറുകളുടെ കാര്യത്തിലാണെങ്കിൽ RCEP കരാറിനെ ഞങ്ങളൊക്കെ സമരം ചെയ്ത് ചെറുത്തു തോൽപ്പിച്ചു. അതുകൊണ്ട് നമുക്ക് കുറച്ച് രക്ഷപ്പെട്ടു. ആസിയാൻ കരാറ്, അതുപോലെ തന്നെ ഇൻഡോ മലേഷ്യ ഫ്രീ ട്രേഡ് അഗ്രിമെന്റ്, എല്ലാം തന്നെ നമ്മളെ ഗുരുതരമായിട്ട് ബാധിച്ചിട്ടുണ്ട്. ഇൻഡോ മലേഷ്യ ഫ്രീ ട്രേഡ് അഗ്രിമെന്റിലാണ് പാം ഓയിലിന് ഏറ്റവും കുറഞ്ഞ ഇറക്കുമതി തീരുവ നിശ്ചയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ നാളികേരം, നമ്മുടെ ഏറ്റവും വലിയ രണ്ടാമത്തെ വിളയായിട്ടുള്ള നാളികേരത്തെ അത് ഭയങ്കരമായിട്ട് തന്നെ ബാധിച്ചു. ഞങ്ങളോടൊപ്പം ഈ എല്ലാ പ്രശ്നങ്ങളിലും സമരത്തിനുള്ളവരാണ് ഇന്ന് കേരളം ഭരിക്കുന്നത്. ഇവര് ഭരിക്കുന്ന സമയത്ത് ഇവര് ഞങ്ങൾക്ക് കർഷകർക്ക് വേണ്ടിയിട്ട് യാതൊന്നും തന്നെ ചെയ്യുന്നില്ല എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം. കേരളം വർഷങ്ങളായിട്ട് മാറി മാറി ഇടതുപക്ഷ വലതുപക്ഷങ്ങൾ ഭരിക്കുന്നു. ഇപ്പോ ഈ കഴിഞ്ഞ രണ്ടാമത്തെ ടൈം ഇടതുപക്ഷം ഭരിക്കുന്നു. ഈ 1962 നെല്ലിന്റെ വില എന്ന് പറയുന്നത് ₹1.60 ഇന്ന് 28 രൂപ 80 പൈസയായിട്ട് കേന്ദ്ര സർക്കാരിന്റെ MSPയും ഇവരുടെ നൽകുന്ന അഡീഷണൽ സബ്സിഡി എല്ലാം അടക്കം 28 രൂപ 80 പൈസ ആക്കിയിട്ടുണ്ട് ഇപ്പോ. അപ്പൊ ഇതിലുണ്ടായത് 19 ഇരട്ടിയുടെ വർധനവാണ്. ആ സമയം ഈ നാട്ടിലെ സർക്കാർ ജീവനക്കാരന്റെ ശമ്പളം എന്ന് പറയുന്നത് മുമ്പുണ്ടായിരുന്ന 1962 72 രൂപയിൽ നിന്ന് ഇന്ന് എത്രയിലെത്തി? ഏറ്റവും അടിസ്ഥാന ശമ്പളം 27,000 രൂപയായപ്പോ ഏതാണ്ട് 400 ഇരട്ടിയുടെ വർധനവാണ് ഉണ്ടായത്. ഇനി MLA-മാരെ നോക്കാം. അന്ന് 78 രൂപയായിരുന്നു. ഇവരുടെ ഏതാണ്ട് എത്ര ഇരട്ടി വർദ്ധിച്ചു. അപ്പോ കർഷകർക്ക് വേണ്ടിയിട്ട് മുറവിളി കൂട്ടുന്ന, അവർ അധികാരത്തിലിരിക്കുന്ന കേരളത്തില്, അവർ ഇത്രയും നാൾ പകുതി സമയം ഭരിച്ച കേരളത്തില് കർഷകർക്ക് യാതൊരു പരിഗണനയും കിട്ടുന്നില്ല. ഇതൊരു വലിയ പ്രശ്നമാണ്. ഇനി ഞാൻ സ്വതന്ത്ര വ്യാപാര കരാറിന്റെ മറ്റൊരു വലിയ പ്രശ്നം എന്ന് പറയുന്നത്, നമ്മുടെ വില ഇടിച്ചു താത്താൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം നമ്മളിലെ ഇന്ന് കേരളത്തിലുള്ള വിലയിലും കൂടിയ വിലക്ക് കുരുമുളക് ഇറക്കുമതി ചെയ്തു. ഞാൻ കഴിഞ്ഞ വർഷത്തെ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് നോക്കിയ സമയത്ത് ശ്രീലങ്കയിൽ നിന്നും നമുക്ക് ഇൻഡോ ശ്രീലങ്ക സ്വതന്ത്ര വ്യാപാര കരാറുണ്ട്. ആ കരാർ പ്രകാരം കുരുമുളക് ഇറക്കുമതി ചെയ്തിട്ടുള്ളത് അന്ന് കേരളത്തിലുള്ള കുരുമുളക് അവിടെ നിന്ന് വില കുറഞ്ഞിട്ടല്ല. അതിനെ കുറിച്ച് മാതൃഭൂമിയിൽ ചെറിയൊരു വാർത്ത തന്നെ ഞാൻ ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് 1-2 ആളുകൾ മാതൃഭൂമി ഇന്ത്യൻ എക്സ്പ്രസിലൊക്കെ ഞങ്ങൾ ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് വന്നിരുന്നു അതിന്റെ വാർത്തകൾ. അതായത് ഇവിടുത്തെ വില വർദ്ധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കേരള കുരുമുളക് അവർക്ക് ധാരാളം ആവശ്യമാണ് എക്സ്പോർട്ട് ചെയ്യാനായിട്ട്. ഒരു സ്പെഷ്യൽ ക്വാളിറ്റി ഉള്ളതാണ് കേരള കുരുമുളകിന്. അതിന്റെ വില കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് കൂടിയ വിലക്ക് ശ്രീലങ്കയിൽ നിന്നും കുരുമുളക് ഇറക്കുമതി ചെയ്തു. ഇത് സ്വതന്ത്ര വ്യാപാര കരാറുകൾ ഉള്ളത് കൊണ്ടാണ് നമുക്കൊരു പോളിസി ഓപ്ഷൻ ഇല്ലാത്ത സാഹചര്യം വരും. കേരളത്തിലെ പ്രതിസന്ധി ആയാലും ദേശീയ തലത്തിലെ പ്രതിസന്ധി ആയാലും ഇങ്ങനെ പലതും അന്താരാഷ്ട്ര തലത്തിലുള്ള പോളിസികളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇനി കുറച്ചൊരു സീരിയസ് ആയ എക്കണോമിക്സ് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ രൂപയുടെ മൂല്യം തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ രൂപയുടെ മൂല്യം തകരുന്ന എല്ലാ എക്കണോമികളിലും നമ്മൾ കാണുന്ന ഒരു പ്രതിഭാസം എന്ന് പറയുന്നത്, ആ എക്കോണമികളിലെ പ്രധാനമായിട്ടും കാർഷിക വിഭവങ്ങളുടെ വില വർധനവ് ഉണ്ടാകുന്ന സമയത്ത് കർഷകന് വേണ്ടത്ര വില കിട്ടില്ല.
അപ്പോ ഇതിനെ കുറിച്ചിട്ട് ഏറ്റവും നല്ലൊരു പഠനം നടത്തിയത് അന്ന് മൻമോഹൻ സിംഗിന്റെ എക്കണോമിക് അഡ്വൈസർ ആയിരുന്ന ബാസുവാണ്. ബാസു പറഞ്ഞു ഈ രൂപയുടെ മൂല്യ തകർച്ച കൊണ്ട് ഇൻഫ്ലേഷൻ ഉണ്ടാകുന്നു. ആ ഇൻഫ്ലേഷനെ അദ്ദേഹം വിശദീകരിച്ചത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പർച്ചേസിംഗ് പവർ ക്യാച്ചിങ് ഇൻഫ്ലേഷൻ എന്നാണ്. ഈ പർച്ചേസിംഗ് പവർ ക്യാച്ചിങ് ഇൻഫ്ലേഷൻ വരുന്ന എല്ലാ സ്ഥലങ്ങളിലും ഇതേ പ്രതിഭാസം ഉണ്ടാവും. ഫാർമേഴ്സ് ഗേറ്റ് പ്രൈസ് എന്ന് പറയുന്നത് അത് തുടർച്ചയായിട്ട് കുറഞ്ഞിരിക്കും. പബ്ലിക് മാർക്കറ്റിലെ റീറ്റെയിൽ പ്രൈസ് കൂടി. ഇതൊരു വലിയ പ്രതിഭാസമാണ്. ഇതിനെ നേരിടാനായിട്ട് 2014 തന്നെ ഞങ്ങൾ ഈ പ്രതിഭാസം കൊണ്ട് കർഷകർ അനുഭവിക്കുന്നു എന്ന് പറഞ്ഞിട്ട് 2014 NDA സർക്കാർ വന്ന ഉടനെ തന്നെ ഞാനൊക്കെ ചേർന്നിട്ട് ഒരു നിവേദനം കൊടുത്തിരുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞു ചൈന ഇതേ പ്രതിസന്ധി വന്ന സമയത്ത് അവർ ഫിക്സഡ് ഫ്ലോട്ടിംഗ് ആയിരിക്കും. ഇത് നമുക്ക് വെച്ചാൽ നമ്മുടെ രൂപയുടെ മൂല്യയുടെ തകർച്ച എത്ര വേണമെങ്കിലും ആവാം. ഒരു ദിവസം 1 രൂപ തകർന്നാലും കുഴപ്പമില്ല, 2 രൂപ തകർന്നാലും കുഴപ്പമില്ല. ഇങ്ങനെ യുവാന്റെ കാര്യത്തിൽ സംഭവിച്ച സമയത്ത് ഫിക്സഡ് ഫ്ലോട്ടിംഗ് അടിയന്തരമായിട്ട് ഏർപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങള് റിസർവ് ബാങ്കിനും അതുപോലെ തന്നെ ഫിനാൻസ് മിനിസ്റ്റർ, ഞാൻ അരുൺ ജെയ്റ്റ്ലിനെ നേരിട്ട് കണ്ടിട്ട് നിവേദനം കൊടുത്തതാണ്. കൊടുക്കാൻ പോയ സമയത്തുള്ള കാര്യങ്ങളൊന്നും വിശദീകരിക്കാൻ സമയമില്ല. ഫിക്സഡ് ഫ്ലോട്ടിംഗ്, അതായത് ഒരു ഈക്വിലിബ്രിയം പോയിന്റിനുള്ളിലെ ഇത് രൂപയുടെ മൂല്യം തകരാൻ പാടുള്ളൂ എന്നുള്ളൊരു സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരണമെന്ന് പറഞ്ഞു. ഇതൊന്നും നടപ്പാക്കാനായിട്ട് തയ്യാറല്ല. ഇൻഫ്ലേഷൻ വർദ്ധിക്കുന്നു, കർഷകർ അനുഭവിക്കുന്നു, സ്വതന്ത്ര വ്യാപാരക്കാരാണ്, WTO, ഇതെല്ലാമായിട്ട് നമ്മൾ തകർന്നു തരിപ്പണമായിക്കൊണ്ടിരിക്കുകയാണ് കർഷകരുടെ അവസ്ഥ. ശരി, ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ അലക്സ് ഒഴികയിൽ, ശ്രീ ബിജു പറഞ്ഞതുപോലെ നമ്മുടെ ചർച്ചയുടെ വിഷയം തന്നെ അതാണ്. ഉൽപ്പന്നങ്ങൾക്ക് വില വർദ്ധിക്കുമ്പോഴും കർഷകർക്ക് ന്യായമായ വില കിട്ടുന്നില്ല, അല്ലെങ്കിൽ കർഷകർ അപ്പോഴും അസംതൃപ്തരാണ്. എന്താണ് ഇതിൽ സംഭവിക്കുന്നത്? അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ നമുക്ക് മാത്രമായിട്ട്, ഇന്ത്യക്കോ കേരളത്തിനോ മാത്രമായി ഒറ്റപ്പെട്ടൊരു നയമെടുക്കുക സാധ്യമല്ല. ആഗോള വ്യവസായ ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ തരത്തിലുള്ള നമ്മളുടെ കരാറുകളുണ്ട്. അപ്പോൾ ഇത്തരം ഇടപാടുകളിൽ നിന്ന് ഇന്ത്യക്ക് മാത്രം ഒറ്റപ്പെട്ട് മാറി നിൽക്കുക സാധ്യമല്ല. പിന്നെ എന്താണ് പോസിബിളായ ഒരു പരിഹാരം? അതിൽ ബിജു പറഞ്ഞ കാര്യങ്ങൾ വളരെ റെലവൻ്റ് ആണ്. നമ്മൾ ഒരുപാട് ആഗോള കരാറുകളിൽ നമ്മൾ ഒപ്പിട്ടിട്ടുണ്ട്, ആസിയാൻ കരാർ അടക്കമുള്ള കരാറുകൾ. പക്ഷെ അതിൽ നിന്നൊക്കെ മാറുക എന്നുള്ളത് പ്രായോഗികമല്ല. കാരണം അത് കേരളത്തിന്റെ മാത്രം താല്പര്യം, അല്ലെങ്കിൽ റബ്ബർ കർഷകരുടെ മാത്രം താല്പര്യമല്ല, ഓവറോൾ രാജ്യത്തിന്റെ താല്പര്യം വരുമ്പോൾ ഇത്തരം കാർഷിക താല്പര്യങ്ങളൊക്കെ പുറകോട്ട് പോകും. എന്ന് മാത്രമല്ല, ഈ റബ്ബറിന്റെ പ്രൈസിൽ ഇപ്പൊ നമ്മുടെ ജസ്റ്റ് പ്രൊഡക്ഷനും ഡിമാൻഡും മാത്രമല്ല, ഒരു തേർഡ് വേരിയബിളും കൂടെ ഉണ്ട്. അതായത് സിന്തറ്റിക് റബ്ബറിന്റെ ഒരു പ്രൊഡക്ഷൻ ഉണ്ട്. അപ്പൊ ക്രൂഡ് ഓയിൽ പ്രൈസ് എന്ന് പറയുന്ന സംഗതിയും നമ്മുടെ നാച്ചുറൽ പ്രൈസിന്റെ വിലയെ വളരെ വലിയ രീതിയിൽ ബാധിക്കുന്ന ഒരു സംഗതിയാണ്. ക്രൂഡ് ഓയിൽ പ്രൈസ് കൂടി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് റബ്ബറിന്റെ വില കൂടും. പക്ഷെ ക്രൂഡ് ഓയിൽ പ്രൈസ് കുറഞ്ഞാൽ റബ്ബറിന്റെ വില കുറയും, കാരണം സിന്തറ്റിക് റബ്ബർ വരും. അങ്ങനെ പല വിഷയങ്ങളുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത്, നമ്മൾ ഈ അന്താരാഷ്ട്ര കരാറുകളെയും കേരള സർക്കാർ കേന്ദ്ര സർക്കാരിനെയും കേന്ദ്ര സർക്കാർ കേരളത്തെയും പഴിചാരുന്നതിന് പകരം നമുക്ക് കേരളത്തിൽ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു വളരെ ഗൗരവമായിട്ടുള്ള ഒരു വിശകലനം വേണം. ഒന്നാമതായിട്ട് നമ്മുടെ ഈ തോട്ടമേഖല, ഇപ്പൊ റബ്ബർ തോട്ടമേഖലയാണല്ലോ, ഈ തോട്ടമേഖലയിൽ വളരെ വലിയ രീതിയിലുള്ള റിഫോംസ് വരണം. ഇപ്പൊ തോട്ടവിളകൾ എന്ന് പറയുന്നത് ഏഴ് വിളകളേ ഉള്ളൂ. റബ്ബർ, കാപ്പി, തേയില, ഗ്രാമ്പു, ഏലം, കാഷ്യൂ, ഇങ്ങനെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള വിളകളേ ഉള്ളൂ. എന്തിനാണ് ഈ കേരളത്തിലെ കർഷകർ തോട്ടഭൂമിയിൽ ഈ 7 വിളകൾ മാത്രം കൃഷി ചെയ്താൽ മതി എന്ന് പറയുന്നത്? കാരണം കേരളത്തിലെ മൊത്തം കൃഷിഭൂമിയുടെ 1/3 തോട്ടവിളകളാണ്. 8 ലക്ഷം ഹെക്ടർ സ്ഥലമുണ്ട് തോട്ടഭൂമി. ഈ തോട്ടമേഖല കംപ്ലീറ്റ് റിഫോംസ് വരണം. 10 വർഷം, ഞങ്ങൾ കിഫ മുന്നോട്ട് വെക്കുന്ന ഒരു ഡിമാൻഡ് എന്ന് പറയുന്നത് 10 വർഷത്തിന് മുകളിൽ ആയുസുള്ള ഏത് വിളയും കൃഷി ചെയ്യാൻ തോട്ടഭൂമിയിൽ കർഷകനെ അനുവദിക്കണം. ഇപ്പൊ റബ്ബർ വെട്ടി തെങ്ങ് വെച്ചാൽ എന്താ കുഴപ്പം? റബ്ബർ വെട്ടി റംബുട്ടാൻ വെച്ചാൽ എന്താ കുഴപ്പം? മാവ് നട്ടാൽ എന്താ കുഴപ്പം? പ്ലാവ് നട്ടാൽ എന്താ കുഴപ്പം? കേരളത്തിൽ നമ്മൾ നമ്മൾ ഭാവിയിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ ഫുഡ് ഇൻഡസ്ട്രി എന്ന് പറയുന്ന സംഗതി വളരെ വലിയ രീതിയിൽ വന്നുകൊണ്ടിരിക്കുക. കേരളത്തിൽ നിലവിൽ നമുക്കറിയാത്തൊരു ഒരു ഡേറ്റയാണ്, 1000 കോടി രൂപയിൽ കൂടുതൽ ചക്ക കേരളം ഒരു വർഷം കയറ്റിവിടുന്നുണ്ട്, നമ്മൾ വിൽക്കുന്നുണ്ട്. വെറുതെ നമ്മുടെ വാല്യൂ എന്തുകൊണ്ട് നമുക്ക് ചക്ക ഈ പറയുന്ന രീതിയിൽ നട്ടുകൂടാ? റംബൂട്ടാൻ, അങ്ങനെ ട്രോപ്പിക്കൽ ഫ്രൂട്ട്സ് ഒരുപാടുണ്ടല്ലോ. അപ്പൊ ഇത് സംസ്ഥാന സർക്കാരിന്റെ അധികാരത്തിൽ വരുന്ന കാര്യമാണ്. ഇതിനെ കേന്ദ്രത്തെ പഴിയാറേണ്ട കാര്യമില്ല, ആസിയാൻ കരാറിനെ പഴിയാറേണ്ട കാര്യമില്ല. ലാൻഡ് റിഫോംസ് കൊണ്ടുവന്ന് കർഷകൻ അവന് താല്പര്യമുള്ള, അവന് പറ്റുന്ന 10 വർഷത്തിൽ കൂടുതൽ ആയുസുള്ള ഏത് വിളയും കൃഷി ചെയ്യാൻ തോട്ടഭൂമിയിൽ അനുവദിക്കണം. അത് അടിയന്തരമായിട്ട് ആ റിഫോംസ് കൊണ്ടുവന്നേ പറ്റൂ, അല്ലാതെ കർഷകൻ നിലനിൽക്കാൻ സാധ്യമല്ല. ഇതിപ്പോ എന്താ പറയാ, നമ്മുടെ പട്ടിയുടെ കയ്യിൽ മുഴുവൻ തേങ്ങ കിട്ടിയെന്ന് ഒരു പ്രയോഗമുണ്ട് നമ്മുടെ നാട്ടില്. തോട്ടഭൂമി ഇപ്പൊ ഇടുക്കിയിലൊക്കെ പോയി കഴിഞ്ഞാൽ തേയില തോട്ടങ്ങൾ ആളുകൾ ഉപേക്ഷിച്ച് പോവാന്നേ. നോക്കാൻ മാനേജ്മെന്റ് ഇല്ല. തൊഴിലാളികൾ മാത്രം അവരെന്തെങ്കിലുമൊക്കെ രീതിയിൽ ചെറിയ രീതിയിൽ തേയില നുള്ളി കൊടുക്കുന്നു. തൊഴിലാളികൾ മുഴുവൻ പട്ടിണിയിലാണ്. മുതലാളിമാരെ അത് ഉപേക്ഷിച്ച് പോകുന്നു. ഒരു തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന അവസ്ഥ. എന്തിനാണ് ഇത്രയൊരു കടുംപിടുത്തം? നമ്മൾ കർഷകൻ അവന് വില കിട്ടുന്ന, അവന് ന്യായമായ വില കിട്ടുന്ന ഉറപ്പുള്ള കൃഷി ചെയ്യട്ടെ. അപ്പൊ അത് നമുക്ക് ആരെയും കേന്ദ്രത്തെ പഠിക്കേണ്ട കാര്യമില്ല. ആസിയാൻ കരാറും പ്രശ്നമല്ല, WTO പ്രശ്നമല്ല, കേരളത്തിന്റെ സ്വന്തം ഡിസിഷനാ.
അത് കൊണ്ടുവരണം എന്നുള്ളതാണ് ഗിഫ വളരെ ശക്തമായിട്ട് ഈ വിഷയത്തിൽ ആവശ്യപ്പെടുന്നത്. ശരി, ശ്രീ മാജുഷ് മാത്യൂസ്, അദ്ദേഹം പറഞ്ഞതുപോലെ കേരളത്തിൽ വിവിധ വിളകൾ പരീക്ഷിക്കാത്തതാണോ കർഷകരുടെ ഒരു പരാജയ കാരണമായി ചൂണ്ടിക്കാണിക്കാവുന്നത്? വിവിധ വിളകൾ പരീക്ഷിക്കാത്തത് മാത്രമല്ല, നമ്മുടെ ഉൽപ്പന്നങ്ങളെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റുവാൻ കർഷകരിൽ നിന്ന് വളരെ പരിമിതമായ സൗകര്യങ്ങളെ ആ ഉൽപ്പന്നങ്ങളെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റി വിപണിയിലേക്ക് കൊണ്ടുവരുമ്പോൾ കർഷകരിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിൽ നിന്ന് വലിയ വ്യത്യാസം, വലിയ വർധനവ്, അതിനുള്ള സാഹചര്യങ്ങൾ ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യാൻ ഗവൺമെന്റിന് പലപ്പോഴും സാധിക്കും. പേരിന് പല പദ്ധതികളും ഉണ്ടെങ്കിലും അതൊന്നും കർഷകന് പൂർണ്ണമായ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുണ്ട്. ഏറ്റവും ഉദാഹരണം നാളികേരം. അത് തേങ്ങയായി കൊടുക്കുന്നതിലും എത്രയോ അതിന്റെ ബൈ പ്രോഡക്റ്റുകളായി മാറ്റി മാർക്കറ്റിലേക്ക് നമുക്ക് വിൽക്കാൻ സാധിക്കും. അതൊന്നും ചെയ്യാൻ സാധാരണ കർഷകർക്ക് യാതൊരു സൗകര്യവും ഗവൺമെന്റുകൾ ചെയ്തു കൊടുക്കുന്നില്ല. അപ്പോൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുവാൻ ഏത് കർഷകനാണെങ്കിലും അവന്റെ ഉൽപാദനത്തിന്റെ 50% മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റി വിപണിയിലേക്ക് എത്തിക്കാനുള്ള ഒരു സൗകര്യം ചെയ്താൽ ഒരു പരിധിവരെ കർഷകന്റെ വരുമാന മാർഗം വർദ്ധിക്കാൻ ഒരു സാഹചര്യമുണ്ട്. പലക്ക് പറഞ്ഞ് വളരെ ശരിയാണ്. ഈ 7 കാർഷിക വിളകൾ മാത്രം പ്രോത്സാഹനം കൃഷി ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പൊ ഫലവർഗ്ഗങ്ങൾ, റംബൂട്ടാനും അങ്ങനെയുള്ളതൊക്കെ വളരെ ആദായകരമായി വരുന്നു. പക്ഷെ അതൊക്കെ കേരളത്തിന്റെ മുഴുവൻ സാഹചര്യങ്ങളും ഫലപ്രദമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ വരുന്ന കോഴിക്കോട് ജില്ലയിലെ കിഴക്കൻ മേഖലകളിൽ വലിയ തോതിൽ ഇപ്പോ റംബൂട്ടാനും മംഗോസ്റ്റും ഞാൻ അടക്കമുള്ള ഒരു കൃഷി ചെയ്യും. പക്ഷെ ഈ നിപ്പ പോലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ വലിയ പ്രതിസന്ധിയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇതിനെ മറികടക്കാനുള്ള മാർഗങ്ങളോട് നമുക്കുണ്ടാവും. അപ്പൊ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുവാൻ പൈനാപ്പിൾ കർഷകൻ അവന്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ അത് സംഭരിക്കാനുള്ള സൗകര്യം അവന് കിട്ടിയാൽ പൈനാപ്പിൾ വിൽക്കുന്നതിനേക്കാൾ കൂടുതൽ വിലയ്ക്ക് വിൽക്കാൻ സാധിക്കും. വലിയ കഴിഞ്ഞ ബഡ്ജറ്റിൽ വൈനുകൾ ഉണ്ടാക്കാൻ വേണ്ടി, വീര്യം കുറഞ്ഞ വൈനുകൾ ഉണ്ടാക്കാൻ വേണ്ടി ബഡ്ജറ്റിൽ തുക മാറ്റിവെച്ചു. വലിയ പദ്ധതി ആയിട്ടില്ല. കേരളത്തിൽ എവിടെയെങ്കിലും കർഷകർ ഉപകാരപ്പെടുന്ന രീതിയിൽ പരച്ചീനിയിൽ നിന്നോ കശുവണ്ടിയിൽ നിന്നോ കശുവാങ്ങയിൽ നിന്നോ വൈനുകൾ ഉത്പാദിപ്പിച്ച് വിജയകരമായ രീതിയിൽ ഒരു കർഷകന് മാർക്കറ്റ് ചെയ്യാനുള്ള അവസരം ഈ ഗവൺമെന്റ് കൊടുത്തിട്ടില്ല. പദ്ധതികളുണ്ട്, പക്ഷേ ഫലപ്രദമായ രീതിയിൽ കർഷകർ ഉപകാരപ്പെടുന്ന രീതിയിൽ അതിനെ പ്രായോഗികവൽക്കരിക്കുവാൻ ഈ ഗവൺമെന്റിനും സംവിധാനങ്ങൾക്കും സാധിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ശരി, ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ KN രാഘവൻ, ടയർ ലോബി റബ്ബർ വില ഇടിക്കുന്നുവെന്ന ആരോപണങ്ങൾ വളരെ കാലമായി നിലനിൽക്കുന്നതാണ്. ഇത് എത്രമാത്രം യാഥാർത്ഥ്യമാണ്? ഇതിൽ യാഥാർത്ഥ്യമുണ്ട്. കാരണം പലപ്പോഴും ഇവിടെ റബ്ബർ വില ഉയർന്നു നിൽക്കുന്ന സമയത്ത് ഇറക്കുമതി കൂട്ടി അവർ അതിന്റെ ഒരു സ്റ്റോക്ക് നല്ലപോലെ കയ്യിൽ വെച്ചിട്ട് ഇവിടെ ആഭ്യന്തര വിപണിയിൽ നിന്നുള്ള വാങ്ങലുകൾ കുറച്ച്, അപ്പൊ ടയറാണ് ഇപ്പൊ ഏകദേശം റബ്ബറിന്റെ ആകെയുള്ള പ്രൊഡക്ഷന്റെ 70% കൂടുതൽ ടയർ മാനുഫാക്ചറേഴ്സ് ആണ് വാങ്ങുന്നത്. അപ്പൊ അവർ വിപണിയിൽ നിന്ന് മാറി നിൽക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ആ ആഭ്യന്തര വിപണിയിൽ ടയറിന്റെ വില കുറയും. അപ്പൊ അതിനുള്ള ശക്തി അവർക്കുണ്ടെന്ന് അവർക്കറിയാം. അപ്പൊ പലപ്പോഴും ഇതുമാതിരി വില അവരുടെ കണക്കിൽ അവർ പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതൽ വില മുകളിലേക്ക് പോവുകയാണെങ്കിൽ അവർ വിപണിയിൽ നിന്ന് മാറി നിൽക്കുകയും അതുവഴി വില താഴത്തേക്ക് കൊണ്ടുവരികയും ചെയ്യുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് വിപണിയിൽ അവർ പല പ്രാവശ്യമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഇത് പലപ്പോഴും ആൾക്കാർ പറയുന്നത് നമുക്ക് ഈ ഇറക്കുമതി നിർത്തിക്കൂടെ എന്ന് ചോദിക്കും. കഴിഞ്ഞ വർഷം ആകെ റബ്ബറിന്റെ ഉപഭോഗം എന്ന് പറയുന്നത് 14 ലക്ഷം ടണ്ണോളമായിരുന്നു. നമ്മളിവിടെ ആകെ ഉൽപ്പാദിപ്പിച്ച 8.25 ലക്ഷം ടണ്ണാണ്. അതായത് ഏകദേശം 5 ലക്ഷത്തിൽ കൂടുതൽ ടൺ നമുക്ക് ഇങ്ങോട്ടേക്ക് ഇറക്കുമതി ചെയ്യേണ്ട ഒരു ആവശ്യം വന്നിട്ടുണ്ട്. അങ്ങനെ അത്രയും അധികം, അതായത് ഏകദേശം 30-35% റബ്ബർ ഇറക്കുമതി ചെയ്യേണ്ട ഒരു ആവശ്യം വരുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ഇറക്കുമതി ചെയ്യുന്ന ആളുടെ കയ്യിൽ ഒരു വലിയൊരു അധികാരം നിൽക്കുന്നുണ്ട്. കാരണം അദ്ദേഹത്തിന് ആവശ്യമുള്ള സമയത്ത് ആഭ്യന്തര വിപണിയിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് സാധിക്കുന്നു. ഇതൊരു വലിയ ശക്തിയാണ്. അപ്പൊ ഇത് മാറ്റണം. ഇതെങ്ങനെ മാറ്റിയെടുക്കാൻ സാധിക്കും? കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുക മാത്രമേ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ ധാരാളം വിമർശനം ഉണ്ടായിട്ടുള്ള ഒരു കാര്യമാണ്. അതിർത്തി കൂടി ഞാൻ പറഞ്ഞോട്ടെ, കേരളത്തിൽ ഇനി റബ്ബർ കൃഷി കൂടുതൽ വ്യാപിപ്പിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉള്ളതുകൊണ്ടാണ് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് റബ്ബർ കൃഷി വ്യാപിപ്പിക്കാനായിട്ട് നോക്കിയത്. ആത്യന്തികമായിട്ട് ഇത് കേരളത്തിലെ റബ്ബർ കർഷകർ കൂടി ഗുണം ചെയ്യും. കാരണം ഇങ്ങനെയൊരു ഇത് വരികയാണെങ്കിൽ ഉപഭോഗത്തിന്റെ 90% രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുകയാണെങ്കിൽ ഇറക്കുമതിക്ക് മുകളിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരാനായിട്ട് സാധിക്കും. പിന്നെ നേരത്തെ പറഞ്ഞ 2 കാര്യങ്ങൾ, അത് രണ്ടും വളരെ പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങളാണ്. ഒന്ന്, ബാക്കിയുള്ള വിളകൾ കൂടി ഇത് ചെയ്യാനായിട്ട് തോട്ടം മേഖല കൃഷി ചെയ്യാൻ സമ്മതിക്കുകയാണെങ്കിൽ ഈ ഒരു പ്രതിസന്ധിക്ക് വലിയൊരു തരത്തിൽ മാറ്റം വരുത്താനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ മൂല്യവർദ്ധിത ഇത് നമ്മുടെ നാട്ടിൽ, കാരണം പ്രത്യേകിച്ച് റബ്ബറിനെ പറ്റി പറയുകയാണെങ്കിൽ ഫാം ഗേറ്റ് പ്രൈസ് എന്ന് പറയുന്നത് മാർക്കറ്റ് വിലയുടെ 95% കിട്ടും. ഇത് വളരെ യുണീക്കാണ്, റബ്ബറിന് മാത്രമുള്ള ഒരു കാര്യമായിരിക്കും അത്.
അപ്പൊ അതുകൊണ്ട് തന്നെ വാല്യൂ അഡീഷനിലേക്ക് നമ്മുടെ നാട്ടിലധികം ഇതിലേക്ക് പോയിട്ടില്ല. അതുകൊണ്ട് കൂടുതൽ ഇൻക്യുബേഷൻ സെന്റേഴ്സ് അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പുകളെ സഹായിക്കാനായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പരിപാടികൾ സർക്കാർ കൊണ്ടുവരികയാണെങ്കിൽ, ഇപ്പൊ 1-2 ഇൻക്യുബേഷൻ സെന്റർ ഉണ്ട്, അതുപോലെയുള്ള ഇത് കൊണ്ടുവരികയാണെങ്കിൽ കൂടുതൽ യുവാക്കളെ ഇതിലേക്ക് ആകർഷിക്കാൻ സാധിക്കും. അങ്ങനെ മൂല്യവർദ്ധിതമായുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഈ ഒരു കാര്യം കൂടി സർക്കാരിന് ഇതിൽ കുറച്ചും കൂടി സ്റ്റാർട്ടപ്പുകളെ ഇതിനെയും പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ ആ ഒരു രീതിയിൽ യുവാക്കളെ കൊണ്ടുവരാനായിട്ട് ഇതിന്റെ കൂടുതൽ ഉപഭോഗം നാട്ടിനുള്ളിൽ തന്നെ നടത്തുവാനായിട്ടും സാധിക്കുമെന്നൊരു അഭിപ്രായം കൂടിയാണ്. ശ്രീ കെ എൻ രാഘവൻ, അത് എത്രമാത്രം പ്രായോഗികമാണ്? കാരണം റബ്ബർ 7 വർഷമൊക്കെ കാത്തിരുന്നിട്ടാണ് റബ്ബറിൻ്റെ അകത്തുനിന്ന് ആദായം ലഭിച്ചു തുടങ്ങുന്നത്. അതിനിടയ്ക്ക് അത് വെട്ടിക്കളഞ്ഞിട്ട് മറ്റൊരു കൃഷി പരീക്ഷിക്കുക സാധ്യമല്ല. റബ്ബറിന് ഇടവിളയായി എന്തെങ്കിലും ചെയ്യാമെന്നല്ലാതെ റബ്ബർ മുഴുവനായി ഒഴിവാക്കിക്കൊണ്ട് മറ്റൊരു കൃഷിയിലേക്ക് പെട്ടെന്ന് മാറുക കർഷകനെ സംബന്ധിച്ച് സാധ്യമാണോ? ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെയല്ല. കാരണം റബ്ബറിന്റെ ലൈഫ് എന്ന് പറയുന്നത് 32 വർഷമാണ്. അതെ, 32 വർഷം കഴിഞ്ഞ് സ്ലോട്ടർ ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ ഇതിന്റെ ഒരു ഭാഗം വേറൊരു കൃഷിക്ക് വേണ്ടി മാറ്റിവെക്കുന്നതിനെ പറ്റിയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇടവേള കൃഷി ചെയ്യുന്നതിൽ റബ്ബറിനുള്ള ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത് 4ാമത്തെ വർഷം കാനപ്പി വന്നു കഴിഞ്ഞാൽ പിന്നെ ഷെയ്ഡ് ലവിംഗ് ആയിട്ടുള്ള, അതായത് നിഴലിൽ വളരുന്ന മാത്രമേ അതിന്റെ താഴെ പിടിച്ചു നിൽക്കുള്ളൂ. അതിന് കുറച്ച് അങ്ങനെ ആ ഒരു സ്ഥിതിയിൽ വളരുന്ന കുറച്ച് പ്രത്യേകിച്ച് ആയുർവേദിക് പ്ലാന്റ്സ് എല്ലാം ഉണ്ട്. അതിന്റെ ഒരു ലിസ്റ്റ് ഉണ്ട്. അതിന് ഇടവേള കൃഷിക്ക് വേണ്ടി റബ്ബർ ബോർഡ് സ്ഥിരമായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഉദ്ദേശം അതല്ല. ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാറ്റം സ്ലോട്ടർ നടത്തുന്ന സമയത്ത് കുറച്ചും കൂടി ഒരു ലിബറൽ പോളിസി ഉണ്ടെങ്കിൽ ആ കാര്യം പരിഗണിക്കാമെന്നുള്ളതാണ് ഉദ്ദേശം. അല്ല നിലവിൽ 7 വർഷമായത് വെട്ടിക്കളയാനല്ല ഉദ്ദേശം. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ വരാൻ പാടില്ല. ശ്രീ കെ വി ബിജു, കാർഷിക വിളകൾക്ക് കേരളത്തെ സംബന്ധിച്ചാണെങ്കിലും വിപണിയിൽ വില വർദ്ധിച്ചിട്ടുണ്ട്. എന്നിട്ടും കർഷകർക്ക് അതിന്റെ നേട്ടം ലഭിക്കാത്തത് എന്തുകൊണ്ടാണ്? ഇതില് നമ്മള് പച്ചക്കറി ബാക്കി കാര്യങ്ങളുടെ ശ്രദ്ധിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, കേരളത്തിലെ വന്യമൃഗ ശല്യം അതിഗുരുതരമായിട്ട് നമ്മളുടെ പച്ചക്കറിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വായിക്കുന്നുണ്ട്. നമ്മളൊന്ന് ശ്രദ്ധിക്കുക. ചേന, അതുപോലെ തന്നെ ഏത്തക്കായ, ഈ വക സാധനങ്ങളുടെയൊക്കെ ചേമ്പ്, ഈ വക സാധനങ്ങളുടെയൊക്കെ വില വർധനവ് ഭയങ്കരമായിട്ടുണ്ടായി. ഈ ദിവസങ്ങളിൽ ഈ കഴിഞ്ഞ ഒരു 6 മാസം കായക്ക് 80 രൂപ വന്നു, ചേന 90 രൂപ വന്നു. ഇതെന്താണ് കാരണം? ഇതിന് പൂർണ്ണമായിട്ട് വന്യമൃഗ ശല്യമാണ് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്. ചേന കൃഷി ചെയ്തിരുന്ന, വാഴ കൃഷി ചെയ്തിരുന്ന പല ഭാഗത്തും വന്യമൃഗ ശല്യം കൊണ്ട് ആളുകൾക്ക് അതിൽ നിന്ന് പിന്മാറേണ്ടി വന്നു. അതുകൊണ്ട് തന്നെയാണ് വളരെ വലിയ വില വർധനവ് മാർക്കറ്റിൽ ഉണ്ടായത്. കർഷകർ പിന്മാറിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഒരു നേട്ടം ഉണ്ടാവില്ല. വളരെ കുറച്ച് കർഷകർ മാത്രമേ ഈ വന്യമൃഗ ശല്യം കൊണ്ട് ഇനി ഇറങ്ങാനായിട്ട് താല്പര്യമുള്ളൂ. ഇപ്പൊ എന്റെ നാട്ടിലൊക്കെ അങ്കമാലി പ്രദേശത്ത്, തൃശ്ശൂർ ജില്ലയുടെ കിഴക്കൻ ഭാഗത്ത്, ഈ ഭാഗങ്ങളിലൊക്കെ വന്യമൃഗശല്യം കൊണ്ട് വാഴകൃഷി ചെയ്തിരുന്ന ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ കൂട്ടത്തോടെ തന്നെ മാറിയതായിട്ട് നമ്മൾക്ക് കാണാൻ സാധിക്കും. ആതിരപ്പള്ളി ആ ഭാഗത്തൊക്കെ ഞങ്ങളുടെ സംഘടനാ പ്രവർത്തനം വളരെ ശക്തമായ സ്ഥലങ്ങളിലാണ്. അവിടെയൊക്കെ ഞങ്ങൾ ആനയോടിക്കൽ സമരം ബാക്കി കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നു. പക്ഷെ ഇതേവരെ ഫലപ്രദമായിട്ട് സർക്കാരിന് ഈ കാര്യങ്ങൾ തടയാനായിട്ട് പറ്റിയിട്ടില്ല. പിന്നെ ഞാൻ മുമ്പ് പറഞ്ഞ കാര്യങ്ങളിൽ ഞാൻ ഒരിക്കലും WTO-നെയോ സ്വതന്ത്ര വ്യാപാര കരാറുകളെയോ അനുകൂലിച്ചിട്ട് എല്ലാ കാലത്തും ഈ കരാറുകളിൽ നിന്ന് പുറത്തു വരണമെന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അവതാരകൻ പറഞ്ഞ കാര്യത്തിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രീതിയിലാണ് വന്നത്. നമുക്ക് ഈ കരാറുകളുടെ അകത്ത് നിന്നുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാവുന്ന, ഇപ്പൊ തേങ്ങയുടെ വില വർദ്ധിക്കാനായിട്ട് പാം ഓയിലിന്റെ ഇറക്കുമതി തീരുവ കൂട്ടാം. ഇപ്പൊ പാം ഓയിലിന്റെ ഇറക്കുമതി തീരുവ നമ്മളിപ്പോ നിശ്ചയിച്ചിരിക്കുന്നത് 22.5% മാത്രമാണ്. അതായത് പ്യൂരിഫൈഡ് പാം ഓയിലിനും അൺപ്യൂരിഫൈഡിന് എങ്ങനെയാന്ന് വെച്ചാൽ 15.5%. ഇത് അല്പം കൂടി കൂട്ടി വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇൻഡോ മലേഷ്യൻ എഗ്രിമെന്റ് പ്രകാരം തന്നെ നമുക്ക് പ്യൂരിഫൈഡ് പാം ഓയിലിന് 45% വരെ ഉയർത്താം, 40% വരെ അൺപ്യൂരിഫൈഡ് ആയിട്ടുള്ള പാം ഓയിലിന് ഉയർത്താം. പക്ഷെ അതുപോലും കേന്ദ്ര സർക്കാരും ചെയ്യുന്നില്ല. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എഡിബിൾ ഓയിലിന്റെ ഏറ്റവും വലിയ ഇറക്കുമതിക്കാര്, എഡിബിൾ ഓയിലിന്റെ ഏറ്റവും വലിയ കൺട്രോളേഴ്സ് എന്ന് പറയുന്നത് അദാനി ഗ്രൂപ്പാണ്. അപ്പൊ അവരുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് മാത്രമാണ് എഡിബിൾ ഓയിലിന്റെ കാര്യങ്ങൾ സർക്കാർ ചെയ്യുന്നത്. ഇറക്കുമതി തീരുവ കൂട്ടുന്നതോ കുറയ്ക്കുന്നതോ എല്ലാം ചെയ്യുന്നത് അവരെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അൺപ്യൂരിഫൈഡ് ആയിട്ടുള്ള ക്രൂഡ് പാം ഓയിലും ക്രൂഡ് സോയാബീൻ ഓയിലും ഇറക്കുമതി ചെയ്തിട്ട് പിന്നീട് ഇവിടെ സംസ്കരിച്ച് അവർ വിതരണം ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെ കോർപ്പറേറ്റുകളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന രീതിയിലാണ് പ്രധാനമായിട്ടും റബ്ബറിന്റെ കാര്യത്തിലായാലും. റബ്ബറിന്റെ ഇറക്കുമതി തീരുവ WTO-യിൽ നിശ്ചയിക്കുന്ന സമയത്ത് 94-ലും 95-ലും ഇന്ത്യ യാതൊരു കാരണവശാലും, ബാക്കി സാധനങ്ങളുടെ ആദ്യം തന്നെ എഡിബിൾ ഓയിലിന്റെ നിശ്ചയിച്ചത് 60% ഇറക്കുമതി തീരുവ നിശ്ചയിക്കാനായിട്ട് തീരുമാനിച്ചത്. അന്ന് ഞങ്ങളെല്ലാവരും കൂടി ഫൈറ്റ് ചെയ്ത് 100% എഡിബിൾ ഓയിലിന്റെ ബൗണ്ട് താരിഫ് നിശ്ചയിക്കാനായിട്ട് കഴിഞ്ഞു. ഇതുപോലെ
ഇനി WTOയില് ഇത്തവണ WTO മീറ്റിങ്ങിന് ഞാൻ പോയ സമയത്ത്, ഞാൻ അബുദാബിയിലെ WTO മീറ്റിങ്ങിന് ഇത്തവണ ഞാൻ പോയിരുന്നു. ആ പോയ സമയത്തും ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ കൊമേഴ്സ് മിനിസ്റ്ററോടും ബാക്കി ആളുകളോടും റബ്ബറിന്റെ കാര്യത്തിലുള്ള പ്രൊഡ്യൂസിങ് കൺട്രീസിന്റെ എല്ലാവരുടെയും യോഗം വിളിച്ചിട്ട് ഇറക്കുമതി തീരുവ കൂട്ടാനായിട്ട് നടപടികൾ എല്ലാം ഇന്ത്യ മാത്രം ആവശ്യപ്പെട്ട നടക്കില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകം മുഴുവനുള്ള ടയർ ലോബി എന്ന് പറഞ്ഞാൽ വളരെ വലിയ ലോബിയാണ്. അപ്പൊ അത് ഇറക്കുമതി തീരുവ എല്ലാ രാജ്യങ്ങൾക്കും കൂട്ടാവുന്ന മാക്സിമം 25% എന്നുള്ളത് കൂട്ടാനായിട്ടുള്ള നടപടികള് WTOയുടെ അകത്ത് നിന്ന്, പുറത്തു വരുന്ന WTOയുടെ അകത്ത് നിന്ന് എടുക്കാമായിരുന്നു. ആ കാര്യങ്ങളിൽ ഒന്നും തന്നെ കേന്ദ്ര സർക്കാർ യാതൊരു താല്പര്യവും കാണിച്ചിട്ടില്ല. പിന്നെ ഞങ്ങൾ പറഞ്ഞ ഈ ഒരു കാര്യങ്ങളും, അതായത് കർഷക സമരം രണ്ടാമത് ഉണ്ടാവാനുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഞങ്ങൾ ഈ സ്വതന്ത്ര വ്യാപാര കരാറിൽ പുറത്തു വരിക, WTO പുറത്തു വരിക, ആഭ്യന്തരമായിട്ട് MSPയുടെ അടിസ്ഥാനത്തിൽ MSP നിശ്ചയിക്കുക, കർഷകന് അതിന് തത്തുല്യമായ രീതിയിൽ. ഇപ്പൊ പച്ചക്കറിയുടെ ഒക്കെ കാര്യത്തില് കേരള സർക്കാർ വലിയ പ്രഖ്യാപനം നടത്തി. നമ്മൾ സമരം തുടങ്ങിയ സമയത്ത് ഞങ്ങള് 1.5 ഇരട്ടി ഞങ്ങൾ വില അനുസരിച്ച് ഞങ്ങൾ പച്ചക്കറിക്കും 23 ഇനത്തിന് പഴവർഗ്ഗങ്ങൾക്കും വില നിശ്ചയിച്ചിരിക്കുന്നു, ഞങ്ങൾ നൽകുമെന്ന് പറഞ്ഞു. ഇതേപോലെ 1 രൂപ പോലും തരാതെ കർഷകനെ വാഗ്ദാനം നൽകി വഞ്ചിക്കുന്ന ചതിയന്മാരും വഞ്ചകരുമാണ് ഈ ഇടതുപക്ഷം എന്ന് പറയുന്നത് ഈ കേരളം ഭരിക്കുന്നത്. അങ്ങനെ രണ്ടു കൂട്ടരും, കേന്ദ്ര സർക്കാരും കേരള സർക്കാരും കർഷക ദ്രോഹികളായിട്ട് ഞങ്ങളെ ദ്രോഹിക്കുന്നവരും വഞ്ചിക്കുന്നവരും മാത്രമായിട്ടാണ് ഇന്ന് നിലനിൽക്കുന്നത്. ശരി, ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ അലക്സ് ഒഴികയിൽ കാപ്പി, കുരുമുളക്, ഏലം തുടങ്ങിയ ഏതാണ്ട് എല്ലാ കാർഷിക വിളകൾക്കും വിപണി വില വർദ്ധിച്ചിട്ടുണ്ട്. എന്നിട്ടും കർഷകർക്ക് അതിന്റെ പ്രയോജനം ലഭിക്കാത്തത് എന്തുകൊണ്ടാണ്? അതിൽ നേരത്തെ ബിജു പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഈ വന്യമൃഗശല്യം എന്ന് പറയുന്ന ഒരു വളരെ വലിയൊരു ഫാക്ടറാണ്. അതിലിപ്പോ കാപ്പിയുടെ കാര്യം പറയാം. വയനാട്ടിൽ ഇപ്പൊ ഞങ്ങളുടെ ഒരുപാട് മെമ്പേഴ്സ് ഉള്ള ഒരു സ്ഥലമാണ്. വയനാട്ടിൽ ഞങ്ങളുടെ ഒരു 1/3, ഒരു 30 to 40%, ചില സ്ഥലങ്ങളിൽ 50% വരെ കാപ്പിക്കുരു കുരങ്ങ് എന്ന് പറയുന്ന ഒറ്റ ജീവി നശിപ്പിക്കാൻ. കുരങ്ങ്, ഞാൻ കൃത്യമായിട്ട് സാധനം പറയാം. ഇപ്പൊ അമ്പലവയലല്ല, നമ്മുടെ പുൽപ്പള്ളി ഭാഗത്ത് അവിടെ കരുണാകരൻ എന്ന് പറഞ്ഞ ഞങ്ങളുടെ ഒരു മെമ്പർ ഉണ്ട്. പുള്ളിക്ക് ഒരു 10 കിൻഡല് കാപ്പി കിട്ടിക്കൊണ്ടിരുന്നതാണ്. ആ 10 കിൻഡല് കാപ്പി എന്ന് പറയുന്നത് നേരെ പകുതി 5 കിൻഡലായിട്ട് കുറഞ്ഞിരിക്കുക. കുരങ്ങ് ശല്യം മാത്രം. അതുപോലെ മലയെണ്ണ തിന്നുന്നത്, ഇതുപോലെ വളരെ വലിയ രീതിയിൽ വന്യമൃഗങ്ങളുടെ ആക്രമണമുള്ള പ്രൊഡക്ഷൻ കുറഞ്ഞു. ഇനി എന്റെ കാര്യം ഞാൻ പറയല്ലേ, ഞാനൊരു തെങ്ങ് കർഷകനാണ്. എനിക്കൊരു 50 തെങ്ങുണ്ട്. ഞാൻ നട്ടല്ല, എന്റെ വല്യപ്പൻ നട്ട തെങ്ങ. ഞാൻ 1.5 വർഷമായി തേങ്ങ പറിച്ചിട്ട്. 50 തെങ്ങുള്ള ഞാൻ ഇപ്പൊ അരയ്ക്കാൻ തേങ്ങ കാശ് കൊടുത്ത് വാങ്ങുക അങ്ങാടിയിൽ നിന്ന്. മുഴുവൻ കുരങ്ങ് കൊണ്ടുപോകുന്നു. അതുപോലെ തന്നെ ഇപ്പം അത് ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും, ഇപ്പൊ നേരത്തെ പച്ചക്കറിയുടെ കാര്യമൊന്നും ആലോചിക്കുക വേണ്ട. ഇപ്പൊ ഞങ്ങളുടെ മേഖലയിലൊന്നും ഇതായിട്ട് ഒരു കൃഷിയും പറ്റാത്ത അവസ്ഥയാണ്. റബ്ബർ പോലും ഇപ്പൊ ആനയടക്കം റബ്ബർ തിന്നുന്നു. ഇപ്പൊ വനംവകുപ്പ് പറയുന്നത് വന്യമൃഗങ്ങളെ ആകർഷിക്കുന്ന കൃഷി ചെയ്യരുതെന്നാ പറയുന്നത്. അപ്പൊ ആകർഷിക്കുന്ന കൃഷി എന്ന് പറയുമ്പോൾ പൊതുവെ ഈ വാഴ, പൈനാപ്പിള് അതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇപ്പൊ റബ്ബർ പോലും പറ്റാത്ത അവസ്ഥയാണ്. റബ്ബറിന്റെ തൊലി ആന പൊളിച്ചു തിന്നുന്നു. അതിരപ്പള്ളി എന്നുള്ള വീഡിയോകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരു കൃഷിയും പുതുതായിട്ട് കൊണ്ടുവന്ന് നമ്മൾ ഉത്പാദനത്തിലേക്ക് എത്തിക്കാൻ പറ്റുന്നില്ല. നിലവിലുള്ള ഉത്പാദനം പറിക്കാൻ പറ്റുന്നില്ല. അത് തെങ്ങായിക്കോട്ടെ, മറ്റു മരങ്ങളായിക്കോട്ടെ, മാങ്ങ, കശുമാവ്, ഇതെല്ലാം കുരങ്ങ് നശിപ്പിക്കുന്നു. താഴെ വീണ പന്നി നശിപ്പിക്കുന്നു. ഇതാണ് ഒരു അവസ്ഥ. അതുപോലെ ഏലത്തിന്റെ ഒരു കേസ് എന്ന് വെച്ചാൽ ഏലത്തിന്റെ ഒരു 1500 കോടി രൂപ നമ്മുടെ ഏലത്തിന്റെ ടേൺ ഓവർ. ഇടുക്കിയിൽ ഞങ്ങൾക്ക് ഒരുപാട് മെമ്പർമാരുണ്ട്. ഏലത്തിന്റെ ഒരു പ്രശ്നം, കഴിഞ്ഞ വർഷത്തെ ഡ്രൗട്ടിന്റെ ഭാഗമായിട്ട് കൃഷി വളരെ വലിയ രീതിയിൽ നശിച്ചു. ഇപ്പൊ ശരാശരി പ്രൈസ് 3000 രൂപയ്ക്ക് ഉണ്ട്. പക്ഷെ 3000 രൂപ പ്രൈസ് വന്നപ്പോഴത്തേക്കും പ്രൊഡക്ഷൻ ഓൾമോസ്റ്റ് 1/3 ആയിട്ട് കുറഞ്ഞു ഇടുക്കിയിൽ. അതാണ് ഏലത്തിന്റെ പ്രശ്നം. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളുടെയും ഇപ്പൊ കശുമാവ് അടക്കമുള്ള വിഷയം, കശുമാവ്, കോഫി, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ വന്യമൃഗശല്യം ഒരു വളരെ വലിയ ഫാക്ടറാണ്. ഇപ്പൊ തേങ്ങയ്ക്ക് വില കൂടാൻ തന്നെ. തേങ്ങയ്ക്ക് ഇപ്പൊ 80 രൂപ വന്നു. എന്തുകൊണ്ട് 80 രൂപ വന്നത്? കേരളത്തിലെ പ്രൊഡക്ഷൻ ഓൾമോസ്റ്റ് 1/3 ആയിട്ട് കുറഞ്ഞു, അല്ലെങ്കിൽ മിനിമം ഹാഫെങ്കിലും കുറഞ്ഞു. അതാണ് അതിനകത്തുള്ള പ്രശ്നം. വ്യക്തമാണ്. അപ്പൊ ഇത് ഞാൻ ഒറ്റ പോയിന്റ് പറയാം. ഇത് കർഷകന്റെ മാത്രം വിഷയമായിട്ട് സർക്കാർ എടുക്കരുത്. ഇത് അടിസ്ഥാനപരമായിട്ട് രാജ്യത്തിന്റെ ഭക്ഷ്യസുരക്ഷയുടെ പ്രശ്നമാണ്. ഇപ്പൊ 1 കിലോ കപ്പയ്ക്ക് 40 രൂപ വന്നു. 20 രൂപ ശരാശരി റേറ്റ് ഉള്ള കപ്പ 40 രൂപയായി. ശരാശരി 40 രൂപയുള്ള തേങ്ങ 80 രൂപയായി. ഇത് സാധാരണക്കാർ ഇത് വാങ്ങി കഴിക്കാൻ പറ്റണ്ടേ? അപ്പൊ ഇത് കർഷകരുടെ മാത്രം, മലയോര കർഷകരുടെ മാത്രം പ്രശ്നമായിട്ട് കാണരുത്. ഇത് രാജ്യത്തിന്റെ ഭക്ഷ്യസുരക്ഷയുടെ പ്രശ്നമാണ്. ആ ഒരു സീരിയസ്നെസ്സോടുകൂടി സർക്കാർ ഇതിൽ ഇടപെടുന്നുള്ളതാണ് ഞങ്ങൾ പറയാനുള്ളത്. ശരി, വ്യക്തമാണ്. ശ്രീ മാജുഷ് മാത്യൂസ്, കർഷകരുടെ വളരെ കാലമായിട്ടുള്ള ആവശ്യമാണ് മിനിമം താങ്ങുവില എന്നത്. MSPയെ സംബന്ധിക്കുന്ന ആശങ്കകൾ പരിഹരിക്കപ്പെടാത്തത് എന്തുകൊണ്ടാണ്? ഞാൻ ആദ്യമേ സൂചിപ്പിച്ച പോലെ തന്നെ ഇതിനകത്ത് സർക്കാരിന്റെ ഒരു ക്രിയാത്മകമായ സമീപനമില്ല. കർഷകരെ സംബന്ധിച്ച് അവരുടെ ഉൽപാദന ചെലവിന്റെ 50% അധികം ലഭിച്ചില്ല എങ്കിൽ ഈ കൃഷി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അത് നൽകാൻ ഈ ഗവൺമെന്റുകൾ തയ്യാറല്ല. അത് നേരത്തെ ബിജു സൂചിപ്പിച്ചതുപോലെ, മറ്റു പലരും സൂചിപ്പിച്ചതുപോലെ കോർപ്പറേറ്റുകളുടെ പല താല്പര്യങ്ങളും ഇതിനകത്ത് സംരക്ഷിക്കപ്പെടുന്നു. അപ്പൊ മിനിമം സപ്പോർട്ട് പ്രൈസ് വാഗ്ദാനങ്ങളിൽ മാത്രമേ ഉള്ളൂ. അത് പ്രായോഗിക തലത്തിലേക്ക് എത്തിക്കാൻ സർക്കാർ സാധിക്കുന്നില്ല. ഇപ്പൊ റബ്ബറിന്റെ കാര്യം 250 രൂപ താങ്ങുവില വെക്കാമെന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്നവരാണ് കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാർ. അന്താരാഷ്ട്ര മാർക്കറ്റിൽ $3 മേലെ റബ്ബറിന് വില വന്നു.
ഇപ്പൊ പോലും ആ 170 നിന്ന് മേലേക്ക് കയറ്റി വെക്കാൻ, അതായത് നിലവിൽ കർഷകർക്ക് ലഭിക്കുന്നതിന്റെ എത്രയോ താഴെയാണ് ഇവിടുത്തെ മിനിമം സപ്പോർട്ട് പ്രൈസ് കിടക്കുന്നത്. ശരി, വ്യക്തമാണ്. താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ കെ എൻ രാഘവൻ, റബ്ബർ കർഷകർക്ക് എന്തു തരത്തിലുള്ള സർക്കാർ പിന്തുണയാണ് ആവശ്യമായിരിക്കുന്നത്? ഇവിടെ ഞാൻ നേരത്തെ സൂചിച്ച പോലെ വിലയുടെ കാര്യത്തിൽ കേരള സർക്കാരിന്റെ ഒരു നയമുണ്ട്. അത് വില മുകളിലേക്ക് മാറ്റണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സർക്കാർ എടുക്കേണ്ട ഒരു തീരുമാനമാണ്. അത് കാലാകാലങ്ങളായിട്ട് 150 എന്നുള്ളത് 2021 170 ആക്കിയത്. അതിപ്പോ 3-4 വർഷത്തിനുള്ളിൽ മാറ്റേണ്ട ഒരു ആവശ്യമുണ്ട്. പക്ഷെ അത് സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതിയും കൂടി നോക്കിയായിരിക്കും ചെയ്യുക. അതിനേക്കാട്ടിലുപരിയായിട്ട് ഇവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ, പുതിയ മാറ്റങ്ങൾ ഉൾക്കൊള്ളുവാനായിട്ട് റബ്ബർ കർഷകരും ആ പുതിയ മാറ്റങ്ങൾ കർഷകരിലേക്ക് എത്തിക്കാനായിട്ട് സർക്കാർ ശ്രമിക്കണം. അത് റെയിൻ ഗാർഡിങ്ങിനെ പറ്റി സംബന്ധിച്ചിടത്തോളം രോഗപ്രതിരോധം, അതിനുള്ള രീതിയിലുള്ള സപ്പോർട്ട് കുറച്ചുകൂടി സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് സ്ഥിരമായിട്ട് കൊടുക്കുകയാണ്. കാരണം ഇത് കേരള സർക്കാരിനല്ല, പൂർണ്ണമായിട്ടും കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ വരുന്നതാണ്. കാരണം ഈ തോട്ട മേഖലയിലെ റബ്ബർ മുതലായ കൃഷികൾ നിയന്ത്രണം മുഴുവൻ കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ളതാണ്. അപ്പൊ അതിലേക്കുള്ള ഒരു ഇൻവോൾവ്മെന്റ് കുറച്ചും കൂടി നന്നായി വരികയാണെങ്കിൽ ഔട്ട്പുട്ട് കുറച്ചുകൂടി മുകളിലേക്ക് നിൽക്കാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് ഈ കാലാവസ്ഥ വ്യതിയാനം ഇത്രയും വന്ന സാഹചര്യത്തിൽ. അതുപോലെ തന്നെ ജനിതക മാറ്റം വരുത്തിയ റബ്ബറിനെ സംബന്ധിച്ചിട്ട് നമുക്കുള്ള ഭീതി മാറ്റി അത് ഇനിയുള്ള കാലത്ത് ആവശ്യമാണെന്നുള്ളൊരു വസ്തുത കൂടി ജനങ്ങൾ തിരിച്ചറിയണം. പിന്നെ അവസാനമായിട്ട് പറഞ്ഞോട്ടെ, നമ്മുടെ ഇടയിലുള്ള സക്സസ്ഫുൾ എക്സാമ്പിൾസ് നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. ഞാൻ പലപ്പോഴും പറയുന്നൊരു ഇതാണ്, പേരെടുത്ത് പറയുന്നതിൽ തെറ്റിദ്ധരിക്കരുത്. ചിന്മയൻ എന്ന് പറഞ്ഞ കോട്ടയത്ത് അടുത്ത റബ്ബർ കർഷകനുണ്ട്. എങ്ങനെ ഒരു മനുഷ്യന് റബ്ബർ കൃഷിയെ പറ്റി പഠിച്ച് നന്നായി ചെയ്തു കഴിഞ്ഞാൽ അത് വിജയകരമായി തെളിയിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ഇതുമാതിരിയുള്ള എക്സാമ്പിൾസ് നമ്മൾ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കണം. കൂടുതൽ ആൾക്കാർ പോയി അത് കാണണം, എങ്ങനെയാണ് അദ്ദേഹം ചെയ്യുന്നത്, അതിൽ നിന്ന് എന്തൊക്കെ നല്ല പാഠങ്ങൾ ഉൾക്കൊള്ളാൻ സാധിക്കും. ഈ വിജയിച്ച കഥകൾ നമ്മുടെയൊക്കെ ഉള്ളിൽ തന്നെയുണ്ട്. അതിന് കുറച്ചുകൂടി ഒരു പബ്ലിസിറ്റി കൊടുക്കുകയാണെങ്കിൽ, കുറച്ചുകൂടി ആൾക്കാർ അത് മനസ്സിലാക്കുകയാണെങ്കിൽ നല്ല ടെക്നിക്കൽ മനസ്സിലാക്കി ചെയ്യാൻ സാധിക്കും. റബ്ബറിനെ പോലൊരു കൃഷിയിൽ പ്രത്യേകിച്ച് അതൊരു വാണിജ്യ വിളയാണ്. സർക്കാരിന് ചെയ്യാൻ പറ്റുന്ന ധാരാളം ലിമിറ്റേഷൻ ഉണ്ട്. ആ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് റിസർച്ച്, അതുപോലെ തന്നെ മാർക്കറ്റിംഗ് സംവിധാനങ്ങളുടെ ഒരു സ്റ്റാർട്ടപ്പുകൾ, ഇതൊക്കെ രീതിയിലാണ് സർക്കാരിന് സഹായിക്കാനായിട്ട് സാധിക്കുക. അതിന് വളരെ തെറ്റില്ലാത്തൊരു സിസ്റ്റം ഉണ്ടെന്നാണ് എന്റെ വിശ്വാസം. തെറ്റുകൾ ഉണ്ടായേക്കാം, ഞാൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് പ്രവർത്തിച്ച ഒരാളായതുകൊണ്ട് എനിക്ക് ഇത്രേ പറയാൻ സാധിക്കുള്ളൂ. പക്ഷെ ഇത് കൂടുതലായിട്ട് നമുക്ക് ഈ വിജയിച്ച കഥകൾ കൂടി കുറച്ചുകൂടി പ്രചരിപ്പിക്കുകയാണെങ്കിൽ അതുകൂടി ഉൾക്കൊള്ളാനായിട്ട് കർഷകർക്ക് സാധിക്കും. അങ്ങനെ കുറച്ചുകൂടി മെച്ചപ്പെടാൻ സാധിക്കുന്നതാണ്. ഞാൻ ഇടപെടുകയാണ്. നമ്മുടെ സമയം ഇവിടെ ഏതാണ്ട് പൂർണ്ണമായി അവസാനിച്ചിരിക്കുകയാണ്. കാലാവസ്ഥാ വ്യതിയാനം, ജലക്ഷാമം, വിപണിയിലെ കാര്യക്ഷമത ഇല്ലായ്മ, സാങ്കേതിക പുരോഗതിയുടെ ആവശ്യകത തുടങ്ങി കർഷകർ ഒട്ടേറെ വെല്ലുവിളി നേരിടുന്നുണ്ട്. സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തുന്നതിലൂടെയും സുസ്ഥിര രീതികൾ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെയും ന്യായമായ വിപണി പ്രവേശനം ഉറപ്പാക്കുന്നതിലൂടെയും ഇന്ത്യൻ കാർഷിക മേഖലയുടെ ഭാവി ശോഭനമാക്കാൻ കഴിയും. ചർച്ചയിൽ പങ്കെടുത്ത അലക്സ് ഒഴികയിൽ, കെ എൻ രാഘവൻ, മാജുഷ് മാത്യൂസ്, കെ വി ബിജു, നന്ദി. മറ്റൊരു വിഷയവുമായി അടുത്തയാഴ്ച കാണാം. നമസ്കാരം.